السلام عليكم ورحمة الله وبركاته. الحمد لله وعليكم السلام. الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. طيب، هل ترونني؟ الدرس الرابع. ما تفهمون؟ طيب، كل واحد كلم عربي. هل تقدرون أن تكلمون العربي؟ عربي സംസാരിക്കണ്ടേ? الدرس لا الرابع. പാടല്ലേ درس الرابع. ദർസറാബി എന്ന് പറഞ്ഞിട്ടിരുന്നാ പോരാ. എന്നും ചോദ്യം ഒരു ചോദ്യമല്ല. نعم. ഞാമേഷ് നാം الدرس الرابع الثامن والعشرون. الصف الثامن والعشرون. ആഹാ. الثامن والعشرون. ഓരോരുത്തരും എന്തെങ്കിലും അറബി പറയുക. അറബിയിൽ എന്തെങ്കിലും പറയാം. നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും കാര്യം പറയാം. ഞാൻ ചായ കുടിച്ചു, ജ്യൂസ് കുടിച്ചു, പാല് കുടിച്ചു, കഞ്ഞി കുടിച്ചു, ചോറ് തിന്നു, അവിടെ പോയി ഇവിടെ പോയി. നമ്മളെ ഒന്നാമത്തെ ക്ലാസ്സിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, എന്റെ മുറിയിലിരിക്കുന്ന സാധനം നീ എടുക്കൂ എന്നെങ്ങനെ പറയും എന്നൊക്കെ ചോദിച്ചു. അന്ന് ഞാൻ പറഞ്ഞാതൊന്നും പറഞ്ഞു തരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിണങ്ങി പോയ ആരോ ഇങ്ങനെ നമുക്ക് ഒന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചോദിക്കുന്ന പഠിപ്പിച്ചു തരുന്നില്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഏസിന്റെ തണുപ്പ് കിട്ടുന്നുണ്ട്. ആഹാ, എനിക്ക് തണുപ്പുണ്ടല്ലോ. ആ, അതൊക്കെ തണുപ്പ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. എനിക്ക് തണുപ്പുണ്ട്. മൊബൈലിൽ കൂടെ തണുപ്പ് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കൊറിയറിൽ അയക്കാം. തയ്യബ്, എന്തെങ്കിലും പറയൂ അറബിയില്. സംസാരിക്കുന്നതാണ് അത്തക്കല്ലമ അന കലാം അറബി കലീലൻ. ഞാൻ പറഞ്ഞോ കലാം അറബി കലീലൻ? അത്തക്കല്ലം അതകല്ലമു അതകല്ലമു അൽ-ലുഗത്തൽ അറബിയ്യത ഖലീലൻ. അൽ-ലുഗത്തൽ അറബിയ്യത ഖലീലൻ. കുറച്ച് അറബി ഓക്കെ. വേറൊരാൾ പറയും. പറഞ്ഞതെല്ലാം 100% പറയരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നമ്മൾ പഠിക്കാത്ത വാക്കാണ്. അതുകൊണ്ട് നമ്മൾ അത് പൂർണ്ണമായിട്ടും പറയേണ്ട. ഞാൻ പറഞ്ഞ് തിരിച്ചു കൊടുത്തു. വേറൊരാൾ വേറെ എന്തെങ്കിലും പറയും. يتكلم. നിങ്ങൾ അത് തന്നെ പറഞ്ഞിട്ടിരിക്കല്ലേ. നമ്മൾ ഒരുപാട് ക്രിയകൾ പഠിച്ചു. ജലസ, കതബ, ഖറജ, ദഹബ, റജഅ, അങ്ങനെ കുറെ ക്രിയകൾ പഠിച്ചു. ഈ എഴുതിയ വെർബുകൾ നിങ്ങളെ നോട്ട്ബുക്കിൽ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അതായത് നമ്മൾ വർക്ക് ചെയ്താലേ പഠിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ 2-3 ക്ലാസ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പഠിപ്പിച്ചു. يتكلم الدرس الرابع. കളയ തകല്ലം എന്ന വാക്കേ കളയ. വേറെ വാക്കെടുക്ക്. ഉണ്ട്. എവിടെയുണ്ട്? അത് എവിടെ നിട്ടി? ഞാൻ പറയുന്നത് മലയാളത്തിൽ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഹിന്ദി പറയാം. ആഗ്രഹമുണ്ട് പഠിക്കാൻ. ആണോ? ഞാൻ പറഞ്ഞു അത്തക്കല്ലം എന്ന വാക്ക് ഒഴിവാക്കുക.
നിങ്ങൾ പഠിച്ച ക്രിയകൾ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോട്ട്ബുക്കിൽ. അതിന് ആൻസർ പറയൂ. ഒന്നുകിൽ അതിന് ആൻസർ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വേറെ എന്തെങ്കിലും വാക്ക് പറയും. نعم എഴുതി വെച്ചിട്ട് كتبت الافعال خلاص كتبت الافعال في الدفتر. كتبت പഠിച്ചല്ലേ? തൂ പഠിച്ചോ? ഞാൻ أنا അപ്പൊ എന്ത് كتبت الافعال. ദഫ്തർ പഠിച്ചോ? ദഫ്തർ പഠിച്ചോ? في الدفتر. നോട്ട്ബുക്ക് വേറൊരാള് നീ ആ വക്കേ പറയരുത്. ഇനി വേറൊരാൾ വേറെ എന്തെങ്കിലും പറയും. رجعت من الشركة الساعة 4. ما شاء الله ما شاء الله ممتاز جدا. ശരിക്കത്ത് എന്താ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് മനസ്സിലായി. റജ എന്ന വാക്ക് മാത്രമേ ഉപയോഗിച്ചത് നമ്മൾ ഉപയോഗിക്കുന്നു. റജാത്ത് ഞാൻ മടങ്ങി വന്നു, എവിടെ നിന്ന് ആയിക്കോട്ടെ. വേറെ വാക്ക് പറയൂ. അനാണെങ്കിൽ ദഹബ എന്നാണ് പറയേണ്ടത്. ദഹബത്തു. അല്യം ദഹബത്തു. പറഞ്ഞ ആള് മാത്രം ഇറങ്ങും. ദഹബത്തു. ബാക്കി പറയും. മാഷാ അല്ലാഹ്. അല്യം ദഹബത്തു ഇല സൂഖ്. ഇന്ന് ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു. മുംതാസ് ജിദ്ദൻ. ഓക്കെ, അത് കളയും. വേറെ എന്തെങ്കിലും പറയും. വേറെ എന്തെങ്കിലും പറയും. വേറെ എന്തെങ്കിലും പറയും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായി? നിങ്ങള് നോട്ട്ബുക്കില് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയിട്ട് ഏതെല്ലാം ക്രിയകളാണ് പഠിച്ചത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കാൻ എളുപ്പമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂ വേർഡ്സ് എടുക്കുക. ഓരോ പാഠത്തിന്റെ അവസാനം ന്യൂ വേർഡ്സ് ഉണ്ടാവും. അപ്പൊ അതിന് പാർട്ട് 1 ആദ്യം എടുക്കുക. പാർട്ട് 1 എടുത്ത് നോക്കിയിട്ട് ക്രിയകൾ സംസാരിക്കല്ലേ? പാർട്ട് 1 എടുക്കുക. അതില് ക്രിയകൾ എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. വെർബുകൾ ഏതൊക്കെ പഠിച്ചു? പാസ്റ്റ് ടെൻസിലുള്ളതായിരിക്കും നമ്മൾ പഠിച്ചത്. അതൊക്കെ എന്ത് ചെയ്യുക? എടുത്ത് എഴുതുക. ഫസ്റ്റ് സെം ആണോ പറയുന്നത്? പാർട്ട് 1 ഫസ്റ്റ് സെം. അതിൽ ക്രിയകളില്ലേ? അപ്പം എന്താണ്, നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഞാൻ പഠിച്ച ക്രിയകൾ അൽ-അഫ്ആൽ അല്ലത്തി ദറസ്തു. അൽ-അഫ്ആൽ അല്ലത്തി ദറസ്തു. അഫ്ആൽ ക്രിയകൾ. അല്ലത്തി എന്ന് പറഞ്ഞാൽ ദോസ്. ദറസ്തു ഞാൻ പഠിച്ചത്. അവിടെ ഹെഡിങ് എഴുതി വെച്ചിട്ട് നോട്ട്ബുക്കിൽ ഒരു ഡയറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഒരു മനോഹരമായ ഡയറി. നിങ്ങൾ പഠനത്തെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഇഷ്ടപ്പെട്ട കുട്ടിക്ക് എന്ത് ചെയ്യും? അഴുക്ക തുണി ഡ്രസ്സ് വാങ്ങിക്കൊടുക്കോ, അല്ല നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കോ? അപ്പൊ നല്ല മനോഹരമായ ഒരു ഡയറി, ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ട് വയ്ക്കുക. അത് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക? ഞാൻ പഠിച്ച ക്രിയകൾ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക നോട്ട്ബുക്കിനെ. ഞാൻ പഠിച്ച ക്രിയകൾ എഴുതി വയ്ക്കുക. എഴുതി വെച്ച് നാളെ ഒന്ന് ചോദിക്കുന്നത് ഞാൻ എന്താ പറഞ്ഞത്, നോട്ട്ബുക്ക് വാങ്ങി നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കരുത്. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് അതേ പഠിക്കും. ഞാൻ ഈ പറഞ്ഞത് പിന്നെ എന്റെ മനസ്സിലുണ്ടാവില്ല ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളത്. മാറ്റമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നോട്ട്ബുക്കിൽ എടുത്ത് എന്ത് ചെയ്യാം? ക്രിയകൾ എഴുതി വയ്ക്കുക. അപ്പൊ ആ ക്രിയ എടുത്ത് നോക്കിയിട്ട് ഈ ക്രിയ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്റെ ലൈഫില്. അതേപോലെ സെന്റൻസ് എഴുതി വെച്ചിട്ട് വരിക. ഇന്നിപ്പോ ഞാൻ എന്തോ ടെക്നിക്കൽ എല്ലാവർക്കും പറ്റി സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത്, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇയർഫോണും ഇത് സൗണ്ടും ഇതും തമ്മിൽ കണക്ട് ആയി. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണ്ടേ. എന്തായാലും എന്നിട്ട് എന്ത് ചെയ്യാം? കറക്റ്റ് ടൈമിന് 8:30 മുമ്പ് കയറുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഭാഷണം നടത്തി ശീലിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പേരിട്ട്, കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന് പേരിട്ട്. ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ ആശയം മനസ്സിലാക്കുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. വായിക്കുമ്പോൾ മനസ്സിലാക്കും. മറ്റു നമ്മൾ വേറൊരാളോട് പറയാൻ പഠിക്കുക. അതാണ് കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന് വിചാരിച്ച് സ്പോക്കൺ അറബിക് അല്ല നമ്മൾ പഠിക്കുന്നത് കേട്ടോ.
ആരോ ഒരാൾ തുടക്കത്തിൽ എന്തോ വാക്ക് പറഞ്ഞല്ലോ, അത് സ്പോക്കണിൽ പറയുന്നതാണെങ്കിൽ പോലും അതുപോലും തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മള് ഗൾഫിൽ നിന്നിട്ട് പറയുന്ന പല വാക്കുകളും തെറ്റാണ്. അത് ഒറിജിനൽ സ്പോക്കൺ അറബിക് പോലും അല്ല. സ്പോക്കൺ അറബിക് എന്ന് പറഞ്ഞാൽ അവരുടേതായ ഭാഷയിൽ എന്ത് ചെയ്യുന്നു, ലോക്കൽ ആൾക്കാരുടെ ഭാഷയിലേക്ക് മാറ്റുന്നതാണ് സ്പോക്കൺ അറബിക് എന്ന് വിചാരിച്ച് ഗ്രാമർ വ്യത്യാസം വരില്ല. ഗ്രാമർ ഇല്ലാതെ അല്ല സ്പോക്കൺ അറബിക് പറയും. നമ്മൾ വിചാരിക്കുന്നത് ഗ്രാമർ ഇല്ലാതെ പറയുന്നതാണ്, പക്ഷെ അങ്ങനെയല്ല സ്പോക്കൺ അറബി. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്ത് വേണ്ടി എനിക്ക് വെള്ളം കുടിക്കണം, എനിക്ക് ദാഹിക്കുന്നു, ഇപ്പൊ ഉരീദു മാഅൻ യാ ഫുലാൻ തആൽ ജീബ് മോയ ജീബ് അഅ്തിനി മാഅൻ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. എന്ത് പറയണം? വെള്ളം ദാഹിക്കുന്നെങ്കിൽ എന്ത് പറയണം? മാ 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 എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. അവിടെ ഏത് ഗ്രാമർ പാസ്റ്റ് ടെൻസ് പ്രസന്റ് ടെൻസ് നോക്കണ്ട. അങ്ങനെ അതൊക്കെ ഇനി നാളെ അടുത്ത ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറയാം. ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ക്രിയകളുടെ പട്ടിക നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ലീഡർ ആരും ഓർമ്മിച്ച് വെക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞത്. അപ്പം എല്ലാ ക്രിയകളും എഴുതി വെച്ചിട്ട് നമ്മൾ ആ ക്രിയകൾ ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ നിങ്ങൾ പഠിച്ച വാക്കുകൾ വെച്ചുകൊണ്ട് ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തില് ഇതുവരെ എന്ന് പറയുമ്പോൾ നാളെ വരുമ്പോ അടുത്ത ക്ലാസ് വരെ പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, സംസാരിക്കണം. പിന്നെ ഈ ശരിക്കേണ്ട കാര്യം പറഞ്ഞു, അപ്പൊ ഞാൻ തിരുത്തി തന്നില്ല. പഠിക്കാത്ത വാക്കുകൾ കറക്റ്റ് ചെയ്താൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പറഞ്ഞയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? അത് ഞാൻ അതേപോലെ കറക്റ്റായിട്ട് പറഞ്ഞോളണം എന്നില്ല, തിരിച്ചു തരണമെന്നില്ല പഠിക്കാത്ത വാക്കുകൾ. അതേസമയം പഠിച്ച വാക്കുകളാണെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് തിരിച്ചു തരും. പഠിച്ച വാക്ക് എമ്പാടുണ്ട് നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഒരുപാടുണ്ട്. അത് വെച്ചു നിങ്ങൾ വേണമെങ്കിൽ വാക്ക് എഴുതിക്കൊണ്ട് സെൻസ് എഴുതി വെക്കുക. ഞാനിത് പറയും, അത് പറയുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്ത് തരും. ഓക്കെ. അപ്പൊ ക്രിയകൾ എഴുതി വെക്കണം പർട്ടിക്കുലർ. അതായത് ലൈഫ് ലോങ് ഉപയോഗിക്കുന്ന ഒരു നോട്ട്ബുക്ക് വേണം നിങ്ങൾക്ക്. ആ നോട്ട്ബുക്കിൽ ഓരോ ഭാഗം 2-3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലെന്ത് ചെയ്യണം? ഓരോ സമയങ്ങളും എഴുതി വെക്കണം. അതിലൊരു ഭാഗത്ത് പഠിക്കുന്ന ക്രിയകൾ എഴുതി വെക്കണം. പിന്നെ അതിന്റെ പ്രസന്റ് ടെൻസ് പഠിച്ചോ പാസ്റ്റ് ടെൻസ് പഠിച്ചോ അതൊക്കെ വേറെയാണ് എഴുതി വെക്കുന്നത്. അപ്പൊ എല്ലാ പാഠത്തിന്റെയും നേരത്തെ പഠിച്ച എല്ലാ പാഠത്തിന്റെയും അവസാനം പോയിട്ട് ന്യൂ വേർഡ്സിൽ പോയിട്ട് ക്രിയകൾ പഠിച്ചു. വെർബ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെയോ ഭാവി കാലത്തെയോ കൽപ്പനക്രിയയോ വിരോധ ക്രിയയോ ഇതൊക്കെയാണ് ക്രിയകൾ നമ്മൾ പഠിച്ചതാണ്. അതാണ് നമുക്ക് എന്ന് പറയുന്നത്, അതാണ് ക്രിയകൾ എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് ആകാം, പ്രസന്റ് ടെൻസ് ആകാം, ഓർഡർ ഫോം ആകാം, വിരോധ ക്രിയ ആകാം, പ്രൊഹിബിഷൻ ഫോം ആകാം. നൗൺ എന്ന് പറയുന്നത് ക്രിയയല്ല. ക്രിയ എന്ന് പറഞ്ഞാൽ അതിന് കഴിഞ്ഞ കാലത്തെയോ ഇപ്പോൾ നടക്കുന്ന കാലത്തെയോ വരാൻ പോകുന്ന കാലത്തെയോ സൂചിപ്പിക്കുന്ന ഒരു സൂചന അതിലുണ്ടാകും. നമ്മൾ ശരിബിത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കുടിച്ചു, അത് നടന്നു കഴിഞ്ഞതാണ്. ഓക്കെ, ശരി. അല്ലാൻ ഒരു ഐന വഖഫ്ന. അല്ലെങ്കിൽ ഒരാൾ മറുപടി പറയാൻ നോട്ടെ. ഒരു ഐന വഖഫ്ന. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അതിന്റെ ഗ്രാമർ നോക്കണ്ട, ചോദിക്കുന്ന ആൾ മറുപടി കൊടുക്കണം. അപ്പൊ എന്താണ്? അറിയുന്ന പോലെ പറഞ്ഞാൽ طيب صفحة 27 الدرس خلاص درس الرابع എന്ന് പറയാൻ എന്താണ് സ്പോക്കൺ ആണ്. ഖലാസ് ദർസ് റാബിയ എന്ന് പറഞ്ഞാൽ പാഠം 4 കഴിഞ്ഞു. മാ ഖറഅന അത്തമാരീൻ. മാ ഖറഅന നാം വായിച്ചില്ല. തമാരീൻ വായിച്ചില്ല. മാ ഖറഅന തമാരീൻ. طيب صفحة رقم
പേജ് നമ്പർ എത്ര? അസാമിനു ഒരു അസാബിയു വൽ ഇശ്റൂന. വൽ ഇശ്റൂൻ. تمارين. أجيب لنا الأسئلة الآتية. أين ذهب أبو إبراهيم؟ أين ذهب أبو إبراهيم؟ هو ذهب إلى السوق. ذهب هو إلى السوق. ذهب إلى السوق. إلى السوق. അല്ലെങ്കിൽ ذهب أبو إبراهيم إلى السوق എന്ന് പറയാം. ഇവിടെ വേറെ നിയമം കൂടി വരുന്നുണ്ട് അല്ലെ? ആ ചോദ്യത്തില് പഠിച്ചതാണ് റഹീമ എന്ന് വന്നത്. അബു ഇബ്രാഹിമ നമ്മൾ കെസർ കൊടുക്കുന്നതിന് പകരം അബു ഇബ്രാഹിമ. അത് ചോദ്യത്തിന് നമ്മൾ ഗ്രാമർ ഒന്നും നോക്കുന്നില്ല, ഇവിടെ ഉത്തരമാണ് വേണ്ടത്. ഉത്തരത്തിൽ നമ്മൾ എന്ത് പറയണം? അബു ഇബ്രാഹിമ ذهب ഇല സൂഖി ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം മാത്രം പറയാം, ذهب ഇല സൂഖി. ഇപ്പൊ നമ്മൾ അതിന്റെ ഗ്രാമറിലേക്ക് പോകണ്ട, അപ്പൊ നമ്മൾ എക്സസൈസിന്റെ ഗ്രാമർ വരും. അയിന ذهبت أمه. ذهبت أمه إلى خالتي خالتي زينب. إلى خالته زينب. إلى خالتها. إلى വന്നാൽ കെസ്ർ കൊടുക്കാം. إلى خالتها زينب. അപ്പൊ ذهبت എന്ന വാക്ക് ഉപയോഗിക്കണം. ذهبت എന്ന വാക്ക് ഉപയോഗിക്കണം. ذهبت إلى خالتها زينب. ഓക്കെ, ആരാ ചോദിച്ചേ? വേറെന്താ ചോദിച്ചേ? الثالث متى رجع إبراهيم من المدرسة؟ بعد الحصة الأولى. ذهبوا ورجعت بعد الحصة الأولى. ഉത്തരത്തിന്റെ ക്രിയ വേണം. ക്രിയ ഉണ്ടെങ്കിൽ എന്നൊരു വാക്കില്ല കേട്ടോ. ذهبت എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? നീ പോയി എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? മത്താ റജഅ ഇബ്രാഹിമു മിനൽ മദ്രസത്തി. എപ്പോൾ മടങ്ങി ഇബ്രാഹിം? എപ്പോൾ മടങ്ങി? മത്താ റജഅ എന്ന് ചോദിച്ചാൽ യർജിഉ എന്നാണ് പറയേണ്ടത്. പോയി. മത്താ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോൾ. മത്താ റജഅ എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? എന്തെങ്കിലും ഒരു സംഭവം പറയും. ഉത്തരം എപ്പോൾ മടങ്ങി? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാല് റജഅത്തു എന്ന് പറഞ്ഞാരാ? എന്തിനാ റജഅത്തു എന്ന് പറഞ്ഞാൽ? നിങ്ങളെ പോയ കാര്യം നമ്മൾ ചോദിച്ചില്ലല്ലേ? إبراهيم من المدرسة بعد الحصة الأولى. അപ്പൊ അത്രയും ഉത്തരം കറക്റ്റ് ആയി. അപ്പൊ മത്താ റജഅ എന്ന് ചോദിച്ചാൽ റജഅ എന്നാണ് പറയേണ്ടത്. മത്താ റജഅ എപ്പോഴും മടങ്ങി? റജഅ എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും പറയാം. പറഞ്ഞാൽ എനിക്ക് ബഅദ സ്വലാത്തുൽ മഗ്രിബ് എന്ന് പറയാം. പാഠത്തിന്റെ കാര്യമാണ് ചോദിച്ചത്. പാഠത്തിന്റെ കാര്യം പറയുമ്പോൾ പാഠത്തിന്റെ കാര്യം പറയും. പക്ഷെ നിങ്ങൾ ഉത്തരം പറയുമ്പോൾ തെറ്റാണെങ്കിൽ പോലും ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കണം? അത് ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ മത്താ റജഅ എന്ന് ചോദിച്ചാൽ റജഅ ബഅദ സ്വലാത്തുൽ ഇശാ എന്ന് പറഞ്ഞാൽ ഉത്തരം ഗ്രാമർ കറക്റ്റ്. പാഠത്തിലുള്ളത് വേറെയാണ്, അത് വേറെ.
അസാൻ ബഅദൽ ഹിസ്സത്തി എന്നല്ലേ? ബാധ വന്നാൽ ബാധയുടെ ബാധിലുള്ള കുല്ലിനും കെസർ കൊടുക്കും. അസാനി അലാമത്തു സഹീഹ്. ഹാദിഹിൽ അലാമത്ത് എന്ന് പറഞ്ഞാൽ അവിടെ സഹീഹിന്റെ അലാമത്താണുള്ളത്. അപ്പോ ഹാദിഹിൽ അലാമ അമാമൽ ജുമലി സഹിഹ. സഹിയാണെങ്കിൽ അവിടെ സഹീഹിന്റെ അലാമത്ത് കൊടുക്കുക. അലാമത്തുൽ ഖത ക്രോസ് ചെയ്താൽ അലാമത്തുൽ ഖത തെറ്റിന്റെ അടയാളം കൊടുക്കുക. അമാമൽ ജുമലി ഗൈരി സഹീഹ്. അമാമൽ ജുമലി ഗൈരി സഹീഹ്, സഹീഹത്തെ അല്ലാത്ത. ഇബ്രാഹിം ഇബ്നു ഉഖ്തി യൂസുഫ. هل هي صحيح أم خطأ؟ صحيح. 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 أبا صحيح على الغلط. الثاني يوسف عم إبراهيم. خطأ. هذا خطأ. ثلاثة أخوات إبراهيم ذهبن إلى المكتبة. خطأ. إلى الجامعة. هذا خطأ. طيب الرابع إخوة إبراهيم ذهبوا إلى الجامعة. صحيح. هذه صحيح. الخامس إبراهيم ما ذهب إلى الطبيب. خطأ. خطأ. التمرين الثالث exercise number 3 or third exercise. لا في الأماكن الخالية. അമാക്കിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മക്കാന്റെ ബഹുജനമാണ് അമാക്കിൻ. അമാക്കിൻ ഖാലിയ കാലിയായ സ്ഥലങ്ങളിൽ. ഖാലിയ എന്ന് പറഞ്ഞാൽ കാലിയായത്. മലയാളത്തിൽ നമ്മൾ പറയുന്നത്, മലയാളത്തിൽ കാലിയ എന്ന് പറയുകയും. അപ്പം കാലിയ എന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്. അതാണ് അത് അറബി എന്നും പണ്ടേ കടമെടുത്ത. അമാക്കിൻ ഖാലിയ ഫീമ എലി. എലി എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന, തൊട്ടുടനെ വരുന്നതെന്നാണ് എലി. വലിയ എലി എന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്നത്. അൽ ഫിഅല ഫീമ എലിയൽ ഫിഅല ക്രിയയോട് ചേർന്ന് വരുന്നത്, ക്രിയയുടെ അടുത്ത് വരുന്ന എം ടി വാക്കിനെ എന്ത് ചെയ്യണം? ഫിൽ അമാകിൻ ഖാലിയത്തി ഫീമ എലി അൽ ഫിഅല. ഫെയില് വെക്കണം, ക്രിയ വെക്കണം. തുടർന്ന് വരുന്ന ഒഴിഞ്ഞ ഭാഗത്ത് എന്ത് ചെയ്യണം? ക്രിയ വെക്കണം. ഏത് ക്രിയ വെക്കണം? ഫിഅല ദഹബ. ദഹബ എന്ന ക്രിയയാണ് വെക്കേണ്ടത്. വഅസ്നിദുഹു ഇല ദമീരിൽ മുനാസിബ്. അസ്നിദുഹു ഇല ദമീരിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ അവിടെ ചേർത്ത് അർത്ഥം എഴുതി വെക്കണം. എഴുതാൻ പറഞ്ഞാൽ എഴുതുന്ന ഇപ്പോഴല്ല, രണ്ടാമത് കേൾക്കുമ്പോഴാണ്. അവിടെ എഴുതി വെക്കണം, ചേർത്ത് അർത്ഥം എഴുതി വെക്കണം. അസ്നിദ് ഇല ദമീരിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഉചിതമായ ഫോമിലേക്ക് മാറ്റിക്കൊണ്ട് എന്നാണ്. എന്തുകൊണ്ട് അവിടെ അസ്നിദ് ഇല ദമീരിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു. നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ നമ്മൾ എന്ത് ചെയ്തു? ഉചിതമായ ഫോം ഓടിച്ചിട്ടുണ്ട്. ഫതഹ അവൻ തുറന്നു, ഫതഹു അവർ തുറന്നു, ഫതഹത്ത നീ തുറന്നു, ഫതഹത്തോം നിങ്ങൾ തുറന്നു. അപ്പൊ അങ്ങനെ ഉചിതമായ ഫോമിലേക്ക് മാറ്റുക എന്നാണ് അസ്നിദുഹു ഇല ദമീരിൽ മുനാസിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം. അപ്പൊ ദഹബയെ ഉചിതമായ ഫോമിലേക്ക് മാറ്റിയിട്ട് താഴെയുള്ള എം ടി ഭാഗങ്ങളിൽ ചേർക്കണം. എല്ലാ സ്ഥലത്തും ദഹബയുടെ രൂപഭേദങ്ങളാണ് ചേർക്കേണ്ടത്. അല്ല ഔലാദു എന്ത് ചേർക്കണം? അല്ല ഔലാദു الطالبات ذهبن إلى المدرسة. المدرس ذهب إلى الفصل. أنا ذهبت. അല്ല ദഹബത്തു. ഈ ദഹബത്തു എന്ന് പറഞ്ഞ ആളുടെ പേരെന്ന് പറയും? തന്നെയാണ് പറയുന്നത്. ഫാത്തിമ നാലകത്താണോ? ഞാൻ ദഹബത്തു എന്നാ പറഞ്ഞത്. ദഹബത്തു എന്നാണ് എനിക്ക് കേൾക്കുന്നത്. എനിക്ക് കേൾക്കുന്നത് എന്താണോ അതാണ് ആൾക്കാർ കേൾക്കുന്നത്. ദഹബത്തു തന്നെയാണ് പറയണത്. നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി 10 പേരാണ് പറയുന്നത്. എന്റെ ചോദ്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ഉണ്ടോ ഇല്ലെന്നുള്ള അർത്ഥം. പഠിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് ക്രിയകൾ ഇങ്ങനെ സുക്കൂൻ കൽക്കലത്താക്കി കൃത്യമായി പറഞ്ഞു പഠിക്കണം. അല്ലെങ്കിൽ കേൾക്കുന്ന ആള് തെറ്റായിട്ട് കേൾക്കുക.
നിങ്ങൾ ശരിയായിരിക്കും പറയുന്നത്, കേൾക്കുന്ന ആൾ തെറ്റായിരിക്കും. ഓക്കെ. ആ സ്ത്രീലിംഗത്തിൽ മാത്രമല്ലേ 10 വരുള്ളൂ? എവിടെ 10 വരുന്നത്? അവൾ പോയി എന്ന് പറയുമ്പോഴേ അവൾ പോയി എന്ന് പറയുമ്പോ എന്താ പറയാ? ദഹബത്ത്. ഓക്കെ, ദഹബത്ത്. ദഹബ എന്ന് പറയുമ്പോ 10 വന്നല്ലോ. ദഹബ എന്ന് പറയുമ്പോ 10 വന്നു. ദഹബ എന്ന വാക്കിനോടൊപ്പം സ്ത്രീലിംഗത്തിന്റെ ത് ചേർക്കുമ്പോൾ ദഹബത്ത്. ദഹബ അവൻ പോയി, ദഹബത്ത് അവൾ പോയി. ഓക്കെ. أنا ذهبت إلى المطار. 5 الخامس أختي ذهبت إلى المطبخ. ذهبت إلى المطبخ. السادس أين؟ ذهبت. أين ذهبت أنت؟ أين ذهبت أين أنت؟ ذهب ആരാ ദഹബ പറഞ്ഞത്? ഞാനാണ്. നിങ്ങൾ പറയും. ഞാൻ കേക്കട്ടെ, ഞാനാണ്. നമ്മളെല്ലാം ദഹബത്ത എന്ന് പറയും. പിന്നെ അവസാനം ദഹബ വന്നത്. ഈ അന്തി വന്നാലോ? അന്തി നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത് സഹീഹുൽ ജുമലൽ ആത്തിയത്ത്. സഹീഹുൽ ജുമലൽ ആത്തിയത്ത്. ആത്തിയത്ത് എന്ന് പറഞ്ഞാൽ വരുന്നത്. ജുമൽ സെന്റൻസസ്. സഹീഹ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. സഹീഹ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഫോം ആണ്. സഹീഹ് ഓർഡർ ഫോം. 1 അല്ലവൽ അദ്ഹബതു ഇലൽ മുസ്തശ്ഫ യാ മുഹമ്മദ്. ഇത് എന്ത് ചെയ്യണം? കറക്റ്റ് ആക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? സുക്കൂൻ വരുമ്പോൾ എന്റെ സുക്കൂൻ എങ്ങനെയാണ് വെളിവാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു പഠിക്കണം. കേൾക്കുന്നയാളെ ഫത്തഹാണ്. അയിന ദഹബത അല്ലെങ്കിൽ അദ്ഹബത ഇലൽ മുസ്തശ്ഫ യാ മുഹമ്മദ്. രണ്ടാമത്തെ വേറൊരാൾ പറയും. ആമിനത്തു ഫാത്തിമത്തു സൈനബു റജഉ മിനൽ ജാമിഅത്തി. എന്താണ്? ആരാ റജഉ എന്ന് പറഞ്ഞത്? റജഅന. റജ എന്ന് പറഞ്ഞാൽ അവൻ മടങ്ങി. ഇവിടെ എന്താണ്? പെണ്ണുങ്ങൾ ആണ് പറഞ്ഞത്. ഫാത്തിമത്തു, ആമിനത്തു, ഫാത്തിമത്തു, സൈനബു എല്ലാരും ഉള്ളത് കൊണ്ട് റജഅന ആ പെണ്ണുങ്ങൾ മടങ്ങി. ജാമിയത്തി ജാമിയയിൽ നിന്ന്. ثلاث زملائي ذهب إلى مكة. ذهبوا إلى مكة. الرابع أنا رجعت من الرياض. أنا رجعت من الرياض أمسي. الخامس مريم ശ്രദ്ധിച്ചേക്ക. മറിയമു വബനാതുഹ എന്ത് എടുക്കണം? വായിക്ക് ഒരാൾ കംപ്ലീറ്റ് വായിക്ക്. ബനാത്തി എന്നവിടെ നിർത്തി നിങ്ങൾക്ക്. ബനാത്തി എന്ന് വായിച്ചാരാ? വായിക്കൂ ഉറക്കെ വായിക്കൂ. ഇലാ ജുദ്ദത്ത. നമ്മള് ജിദ്ദ എന്നല്ല പറയാ, നമ്മൾ ജദ്ദ എന്നല്ല പറയാ, നമ്മൾ ജുദ്ദ എന്നാണ് പറയാ കേട്ടോ. ജുദ്ദക്ക് 2 പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഒന്ന് ജദ്ദ. ജദ്ദ എന്ന് പറഞ്ഞാൽ ജീമിന് ഫത്തഹ ആയിരിക്കും.
ജീമിന് ഫത്തഹായിരിക്കും. രണ്ടാമത്തെ ഉച്ചാരണം ജുദ്ദത്ത് എന്നാണ്. ജുദ്ദത്ത്. അപ്പൊ പണ്ട് കാലങ്ങളിൽ ജുദ്ദ ജുദ്ദ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അതിനെ ജദ്ദ ജദ്ദ എന്നും പറഞ്ഞിരുന്നു. ജദ്ദ എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മദർ. പിന്നെ ജദ്ദ എന്നുള്ളത് ജീമിന് ഫത്തഹാണ്. പിന്നെ എന്ത് ചെയ്തു, അതിന് ജീമിന് ഇംഗ്ലീഷിലേക്ക് എഴുതിയപ്പോഴത്തേക്ക് ജീം ജെക്ക് ശേഷം ഈ ഇട്ടിട്ട് എഴുതി. അപ്പോഴാണ് ജീക്ക് ശേഷം ഈ ഇട്ടിട്ട് എഴുതിയപ്പോഴാണ് ആൾക്കാർ എന്ത് ചെയ്ത് പിന്നെ വായിക്കുന്നില്ല, ജിദ്ദ ജിദ്ദ എന്ന് വായിക്കുന്നത്. അപ്പൊ ജിദ്ദ എന്നൊരു ഉച്ചാരണമേ അതിനില്ല. ഒന്നുകിൽ ജദ്ദയാണ് അല്ലെങ്കിൽ ജുദ്ദയാണ്. നമ്മളെ പുസ്തക പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജുദ്ദ എന്നുള്ളതാണ്. അങ്ങനെയും പ്രൊണൗൺസിയേഷൻ ഉണ്ട്. മുൻകാലങ്ങളിൽ ജുദ്ദ എന്നാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഹിസ്റ്ററിയിൽ കാണുന്നത്. ശരി. അസാദിസ് ഉമ്മി എന്തായിരിക്കണം? ഉമ്മി ഉമ്മി അവിടെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ രണ്ട് വാക്ക് കറക്റ്റ് ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയില്ല. الخامس أجيب الأمثلة الآتية بالنفي مستعملا ما ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കി പറയണം. അദ്ഹബത ഇല മദ്രസത്തി അംസി. ഇത്ര പറയൂ. ആദ്യം ലാ പറയണം കേട്ടോ. ലാ മാ ദഹബതു ഇല മദ്രസത്തി അംസി. അടുത്തത് أرجع أبوك من بغداد؟ لا مرجع. ما رجع أبي. لا ما رجع أبي. ما رجع أبي من بغداد. ഓക്കെ. ഇവിടെ മാ റജ എന്ന് മാത്രം പറഞ്ഞാലും, അതായത് ലാ മാ റജ മിൻ ബഗ്ദാദ അല്ലെ മാ റജ എന്ന് മാത്രം പറഞ്ഞാലും മതി. പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ലാ മാ റജ അബി മിൻ ബഗ്ദാദ. ഈ അബി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതില്ല. കാരണം എന്താ, ചോദിക്കുന്ന ആൾ ചോദിച്ചു എന്റെ ഉപ്പ ബഗ്ദാദിൽ മടങ്ങിയോ, അപ്പൊ എന്ത് ചെയ്യണം? ലാ മാ റജ എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയായി. أذهبت أختك إلى المستشفى؟ لا ما ذهبت. أبي ما رجع. لا ما ذهبت. ذهبت എങ്ങനെ വന്നു? ذهبت എന്നല്ലേ? ذهبت. لا ما ذهبت. ذهبت എന്നാ ചോദിച്ചത്. നീ പറയുന്നത് നീ തന്നിരിക്കുന്നതിന് അങ്ങനെ തന്നെ പറഞ്ഞാല് ഉത്തരമായി. ما ചേർത്താ മാത്രം മതി. لا ما ذهبت. رجع لا ما رجع. ذهبت لا ما ذهبت. ما ذهبت അവിടെ എന്താണ് ذهبت എന്നാണ് ചോദ്യം. അപ്പൊ ما ذهبت لا ما ذهبت എന്ന് മാറ്റി പറയുന്നു. അല്ല, ഈ ഒരു സംശയം, ലാ മാ റജ അബി എന്നുള്ള സ്ഥലത്ത് ലാ അബി മാ റജ എന്ന് എഴുതിയാലും ശരിയാവോ? ശരിയാവില്ല. ശരിയാവില്ല. അബി മാ റജ. അതെന്ത് പറയും? അറബി മലയാളം എന്ന് പറയാം, അല്ലെങ്കിൽ മലയാള അറബി എന്ന്. നമ്മള് കൂടുതൽ അറബി വായിക്കുമ്പോഴത്തേക്ക് അറബിയുടെ ശൈലി വന്നോളും. നിങ്ങളെപ്പോഴുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഹദീസ് എടുത്ത് വെച്ച് അറബി തന്നെ വായിച്ചു കൊടുക്കും. അറബിയിലുള്ള ഹദീസുകൾ ഇഷ്ടംപോലെ ഹദീസുകൾ നമുക്ക് അങ്ങനെ ഇഷ്ടംപോലെ വായിക്കാം. ഹദീസുകൾ ഇഷ്ടംപോലെ വായിക്കാം. അപ്പൊ നമുക്കിത് കിട്ടും. അതേപോലെ ചാറ്റ് GPT ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഫോണിൽ ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ കൈ വെക്കും, നോക്കട്ടെ. എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാൻ അങ്ങനെ പറ്റുന്നില്ല. അതിൽ നിങ്ങൾക്ക് അറിയുന്നത്, അതായത് നിങ്ങൾക്ക് ചാറ്റ് GPTയുടെ പ്രത്യേകത നിങ്ങൾ എന്നും ഒരു ഭാഷയിലും സംസാരിക്കേണ്ടതില്ല. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞാല് ഞാൻ 3 ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ മലയാളത്തിൽ പറയും, ചിലപ്പോൾ ഇംഗ്ലീഷ് പറയും, ചിലപ്പോൾ അറബി പറയും. അപ്പൊ അതുകൊണ്ട് ചാറ്റ് GPT എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചാൽ മലയാളത്തിൽ മറുപടി പറയും. അപ്പൊ ഞാൻ പറയും പ്ലീസ് ഗിവ് മീ ഇൻ ഇംഗ്ലീഷ്, ആൻസർ മീ ഇൻ ഇംഗ്ലീഷ് എന്ന്. അപ്പൊ അങ്ങനെ ആൻസർ, അപ്പൊ പിന്നെ വീണ്ടും ആ പറഞ്ഞ ഉത്തരം തന്നെ ഒന്നുകൂടി
ഇംഗ്ലീഷ് പറഞ്ഞു തരും. ചില സമയത്ത് ഞാൻ അറബി ചോദിക്കും, അപ്പൊ മലയാളത്തിലെ ഇംഗ്ലീഷ് ഉത്തരം തരും. അപ്പൊ ഞാൻ പറയും അജിബ് ലോകത്തിലെ അറബിയ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും, പ്ലീസ് ആൻസർ മീ ഇൻ അറബിക്. അപ്പൊ അറബിയിൽ ഉത്തരം പറഞ്ഞു. അപ്പൊ ഈ എളുപ്പ വഴിയാണ്, നിങ്ങൾ അറബി പഠിക്കാനുള്ള എളുപ്പ വഴിയാണ് ചാറ്റ് GPT നിങ്ങൾ അറബിയിൽ സംസാരിക്കുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച്, നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ച് എന്ത് ചെയ്യും, അറബിയിൽ പറഞ്ഞു. അപ്പൊ കട്ടിയായ അറബി ആയിരിക്കില്ല തരുന്നത്, അപ്പം സോഫ്റ്റ് ആയ അറബി ആയിരിക്കും പറയുന്നത്. ആദ്യം എന്ത് ചെയ്യണം, ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്യുക. ചാറ്റ് GPT ഇൻസ്റ്റാൾ ചെയ്തിട്ട് പറയണം, ഞാൻ ഉസ്താദിന്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മദീന അറബിക് ഭാഗം 1 പൂർത്തീകരിച്ചു. ഭാഗം 2 മദീന അറബിക് ഭാഗം 2 4ാമത്തെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പാഠത്തിൽ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അതനുസരിച്ച് ഉത്തരം പറഞ്ഞു. ഇതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ 3 ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ഇതിന്റെ ഉത്തരം അറബിയിൽ പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ അറബിയിൽ പറഞ്ഞു. എനിക്ക് ഈ വാക്ക് മനസ്സിലായില്ല, പകരം വേറൊരു വാക്ക് പറഞ്ഞു തരും, ആ വാക്ക് മാറ്റിയിട്ട് വേറെ വാക്ക് ഉപയോഗിച്ചു. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ മദീന അറബിക്ക് ഭാഗം 1 പഠിച്ച് പൂർത്തിയായി, മദീന അറബിക് ഭാഗം 2 ഇപ്പോൾ 4ാമത്തെ പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള വാക്കനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരം. അല്ലെങ്കിൽ അതിലുള്ള വാക്ക്, ഈ വാക്ക് ആ പാഠത്തിലില്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഈ പാഠത്തിൽ ഉപയോഗിച്ച വാക്കനുസരിച്ച് എനിക്ക് ഉത്തരം പറഞ്ഞു എന്ന് പറയും. അപ്പൊ നമുക്ക് ഇത് കിട്ടും. പിന്നെ ഞാൻ പറയാൻ തുടങ്ങിയ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ചാറ്റ് GPT നിർബന്ധമായും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇല്ലെങ്കിൽ വിതിൻ 6 months നിങ്ങളെ പിന്തള്ളി അടുത്ത സംഭവം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പോംവഴിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ പറയും, അത് ഓക്കെ, അന്ന് നമ്മൾ ചെയ്ത് നന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാം. 2, നിങ്ങൾക്ക് ഭാഷ പഠിക്കാൻ ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു അത് നിങ്ങൾ അറബിയിൽ തന്നെ ചാറ്റ് GPTയോട് ചോദിക്കുക. അപ്പൊ പറയണം, മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലായില്ല, ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നു പറയും. അതും മനസ്സിലായില്ല, മലയാളത്തിൽ പറഞ്ഞിരുന്നു പറയും. ആദ്യം എന്ത് ചെയ്യണം, ഉത്തരം അറബിയിൽ ചോദിക്കുക. മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക, മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം. ഇത് നമ്മളെല്ലാം പഠിക്കും. ഓക്കെ, ദഹബത്ത് അത് കഴിഞ്ഞു. ഓക്കെ, തഅമ്മൽ മൈൽ, ഇത് ശ്രദ്ധിച്ച് വായിക്കാനാണ്. ലി അന്ന എന്തിനുള്ളതാണ്? ബിക്കോസ് കാരണം പറയാനുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ കാരണം ഇതാണ് എന്ന് പറയാനില്ല. ലി അന്ന ബിക്കോസ്. അപ്പൊ ഇത് ലീ പ്ലസ് അന്നയാണ്, ലീയും അന്നയുമാണ്. അപ്പൊ അന്ന എന്താണ്? അന്ന മീൻ അഹവാത്തി ഇന്ന. അന്നത് ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്, ഇന്നയുടെ സഹോദരിമാരിൽപ്പെട്ടതാണ്. അപ്പോ അതിനെ നമുക്ക് ഇന്ന പറഞ്ഞതുപോലെ തന്നെ പറയാം. ലി അന്ന ഹു എന്ന് പറയും, ലി അന്ന ഹ എന്ന് വരും. ലി അന്നയുടെ കൂടെ ഹു ചേർന്നാൽ ലി അന്ന ഹു വരും. ലി അന്ന കൂടെ ഹിയ ചേർന്നാൽ ലി അന്ന ഹ വരും. ലി അന്നയുടെ കൂടെ അന്ത ചേർന്നാൽ ലി അന്നക്ക വരും. നമ്മൾ ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്ന ഇന്നഹ പഠിച്ചു. അതേപോലെ ലി അന്നഹു ലി അന്നഹും ലി അന്നക്ക ലി അന്നക്കും ലി അന്നി ലി അന്നന ലി അന്നഹ. അത് കൂടാതെ നമ്മളിപ്പോ വേറെ കുറെ പ്രൊനൗണുകളൊക്കെ പഠിച്ചു. റജ ഹാമിദുൻ മിനൽ മദ്രസത്തി ലി അന്നഹു മരീദുൻ, ബിക്കോസ് ഹി ഈസ് സിക്ക്. അയാള് മദ്രസയിൽ നിന്ന് മടങ്ങി വന്നു, കാരണം അവൻ രോഗിയാണ്. ലി അന്നഹു. റജഅത് ആമിനതു മിനൽ മദ്രസത്തി ലി അന്നഹ റജഅത് ആമിനതു, ആമിന സ്കൂളിൽ നിന്ന് മടങ്ങി, ലി അന്നഹ മരീദത്തുൻ, കാരണം അവൾ രോഗിയാണ്, അല്ലെങ്കിൽ രോഗിനിയാണ്. റജഅതു മിനൽ മദ്രസത്തി ലി അന്നനി മരീദത്തുൻ. അപ്പൊ ഇതാര് പറഞ്ഞായിരിക്കും? ഏതെങ്കിലും ഒരു വഖ്ത് പറഞ്ഞായിരിക്കും. റജഅതു മിനൽ മദ്രസത്തി ലി അന്നനി മരീദത്തുൻ. അപ്പോ ഒരു ഫീമെയിൽ സ്റ്റുഡന്റ് പറഞ്ഞപ്പോ എന്ത് പറയും? ഞാൻ സ്കൂളിൽ നിന്ന് മരീദത്താണ്.
اقرأ المثال ثم أجمل الأسئلة الآتية نعم أو بلى. അപ്പൊ ഞാമും ബലായും പറയാൻ നമ്മൾ പഠിച്ചത്. ഞാൻ പറഞ്ഞ എപ്പോഴാണ്, ബല പറയുന്ന എപ്പോഴാണ്? പോസിറ്റീവ് ആണെങ്കിൽ ന്യായം പറയും, ചെയ്തിട്ടുണ്ടെങ്കിൽ. അല്ല പോസിറ്റീവാണ് ബല പറയും. അല്ലല്ല, ചോദ്യം 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 പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ട് ആണെങ്കിൽ അദഹബത്ത എങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ, പോയോ ന്യായം പറയും. അദഹബത്ത എന്നാണ് ചോദ്യമെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ നഅം എന്ന് പറയും. അമാദഹബത്ത എന്നാണ് ചോദ്യമെങ്കിൽ ബല പറയും. പോയിട്ടുണ്ടെങ്കിൽ ബല പറയണം. നെഗറ്റീവ് ആയിട്ടാണ് ചോദ്യം, തിരിച്ച് പോസിറ്റീവ് ആയിട്ടാണ് ഉത്തരമെങ്കിൽ എന്ത് ചെയ്യണം? ബലായാണ്. ഉദാഹരണം പറഞ്ഞാൽ അമാദഹബത്ത, നീ പോയില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ പോയിട്ടുണ്ട് എങ്കിൽ ബല ബല പറയും. എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഉത്തരത്തിൽ നിന്നും കൃത്യമായി മനസ്സിലാവും. അദഹബത്തയിലുള്ള മദ്രസത്തി ആയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അദഹബത്ത എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നീ പോസിറ്റീവ് ആണ്. പോയോ എന്ന് പോസിറ്റീവ് ആയിട്ടാണ് ചോദ്യം. അപ്പൊ പോയി എങ്കിൽ നഅം ദഹബത്തു എന്ന് പറയണം. അതെ, ഞാൻ പോയി. അമാ ദഹബത്ത, നീ പോയില്ലേ എന്നാണ് ചോദ്യമെങ്കിൽ ബല. ബല. പോയിട്ടുണ്ടെങ്കിൽ ബല ദഹബത്തു, ഓഫ് കോഴ്സ് ഐ ഹാവ് ഗോൺ ഓർ ഐ വെന്റ്. ഖുറാനിലുണ്ട് വന്നിട്ടില്ലല്ലേ വല ആ വല ഇന്ന റബ്ബഹു കാന ബസീറ എന്നൊക്കെ ഉണ്ട്. അതിന് മുമ്പ് എന്താ? ആ, പിന്നെ ബലാമൻ അസ്ലമ സയ്യാത്ത വഹാത്ത ബി ഖത്തിയത്തുൻ. കാന ബിഹി ബസീറ. പല സ്ഥലത്തുണ്ടോ? അതെ, അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാതെ എന്നല്ല പറയുന്നു. ഇല്ലാതെ ഉറപ്പായിട്ടും നല്ല അർത്ഥം വരും. ഇല്ലാതെ നീക്കുമ്പോ അത് മലയാള ശൈലി എനിക്കറിയില്ല, അതുകൊണ്ടാണ്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ യെസ് ഓഫ് ശൈലി കോഴ്സ് ഉണ്ടോ? എന്നുള്ളതിൽ പറയല്ലേ? യെസ് ഓഫ് അങ്ങനെ കോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ അതെ. ആ, ഓഫ് കോഴ്സ് ആണ് ബല. യെസ് ഓഫ് കോഴ്സ് എന്ന് അറിയില്ല ബല. ഒന്ന്, ആ റജ അബൂക മിന സൂഖി. നഅം. നഅം ഒരു ക്രിയയും കൂടെ പറയും. നഅം റജ. ഇനി റജ അബു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിന്റെ ഗ്രാമറാണ് ഞാൻ പഠിപ്പിക്കേണ്ടി വരും. റജ അബു എന്നല്ല, റജ അബു അബി എന്നാ പറയേണ്ടത്. അബൂക്ക് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുമ്പോ അബി എന്ന് പറയണം. ആ ഓക്കെ. അസാനി അമാ റജ അബൂക മിന സൂഖി. ബല റജ. ബല റജ. മാ റജ അല്ല. അബി മിനസ് ഇവിടെ മുഴുവനും പറയണ്ട. മുഴുവൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് പണിയാവും. ഇവിടെ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ ഇവിടെ ഉദാഹരണം പോലെ പറയാം. ഓക്കെ. അമാർജ എന്ന് വെച്ചാൽ ബല റജ. ബല റജ എന്നല്ല കേട്ടോ, ബല റജ. റജ. ബല കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. റജ. ബല റജ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവമില്ല. ഖുർആൻ ഓതുമ്പോഴും ശ്രദ്ധിക്കേണ്ട സമയമാണ്. കോമ എടുത്ത് നമ്മൾ കോമയിട്ട് വായിക്കണം. ഫുൾ സ്റ്റോപ്പ് എടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വായിക്കണം. സെമി കോൺ സെമി കോൺ ഇട്ട് വായിക്കണം. അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. ഓക്കെ. സാലിസ് ذهبت ليلى إلى الجامعة. നഅം ذهبت. نعم ذهبت. الرابع أما ذهب أخوك إلى الجهاد. ബല ذهب. بلى ذهب. طيب هذه هي نهاية الدرس الرابع. الآن أكملنا الدرس الرابع. നമ്മൾ ദർസ് റാബി കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഹിയ നിഹായത്തു ദർസു റാബി. ഇതാണ് പാഠം 4ന്റെ അവസാനം. وسنبدأ الدرس الخامس الآن. سنبدأ الدرس الخامس الآن. ഇപ്പോൾ നമ്മൾ പാഠം 5 തുടങ്ങാൻ പോവുകയാണ്. പാഠം 5.
മൻ ഫതഹ ബാബൽ ഫസ്ൽ അല്ലേ? أولا مختصر الدرس. ഓക്കെ, ഈ പാഠത്തിന്റെ സമ്മറിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കർത്താവും ക്രിയയും തമ്മിലുള്ള കോമ്പിനേഷൻ. സബ്ജക്ട് വെർബ് എന്താ പറയാ? കോമ്പിനേഷൻ. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ബന്ധം, ഇതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. വിശദീകരിക്കുമ്പോൾ അത് ബാക്കി കാര്യങ്ങൾ വിശദീകരിച്ചു. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെർബും സബ്ജക്റ്റും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ എഗ്രിമെന്റ് എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കും. തമ്മിൽ യോജിപ്പുണ്ടാകണം. സബ്ജക്റ്റും വെർബും തമ്മിൽ എപ്പോഴും എന്തുണ്ടാകണം? യോജിപ്പുണ്ടാകണം. നമ്മൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ പിന്നെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു ഹബീനാന്ന്. അപ്പൊ എന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്, തമ്മിലുള്ള ഒരു കണക്ഷനാണ്, ഒരു യോജിപ്പാണ് വെർബും സബ്ജക്റ്റും. അതേപോലെ തന്നെ ഒബ്ജക്റ്റിനെ കുറിച്ചും ഈ പാഠത്തിൽ നമ്മൾ പഠിക്കും. ഒബ്ജക്റ്റ്, അപ്പോ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. അപ്പൊ എന്താവും? അതിന്റെ ആ ശ്രേണി കംപ്ലീറ്റ് ആവും. ക്രിയാവാക്യങ്ങൾക്ക് 3 പ്രധാന ഘടകങ്ങളാണ് ഉള്ളത്. ക്രിയാവാക്യങ്ങൾക്ക് 3 പ്രധാന ഘടകങ്ങൾ. ഒന്ന് വെർബ്. വെർബ് ഉണ്ടെങ്കിലേ എന്താവുള്ളൂ? ക്രിയാവാക്യമാണ്. വെർബ് കൊണ്ട് തുടങ്ങുന്നത് ക്രിയാവാക്യം, നാമം കൊണ്ട് തുടങ്ങുന്നത് നാമവാക്യം. അപ്പൊ ക്രിയാവാക്യമാണെങ്കിൽ അതിലെന്തുണ്ടാവും? വെർബ് ഉണ്ടാവും. അപ്പോ വെർബൽ സെന്റൻസ് 3 ഘടകങ്ങൾ ഉണ്ടാവും. പ്രധാനമായും അതിന്റെ ഘടകങ്ങൾ 3 എണ്ണമാണ്. 3 ഘടകങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് വേറെ അർത്ഥമായിരിക്കും. ക്രിയാവാക്യങ്ങളുടെ ഘടകങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് സബ്ജക്റ്റ്, അല്ല ഒന്ന് വെർബ്. വെർബ് ഉണ്ടെങ്കിൽ ക്രിയാവാക്യമാണ്. ഒന്ന് വെർബ്. 2 വെർബ് ഉണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ടും എന്തുണ്ടാകണം? സബ്ജക്റ്റ് ഉണ്ടാകണം. കർത്താവ് ഉണ്ടാകണം. കർത്താവ് അറിയപ്പെടാത്ത സംഭവം ഉണ്ടാവും, അത് നമുക്ക് ഇങ്ങനെ പഠിക്കും. എന്തായിരുന്നാലും കർത്താവ് ഉണ്ടാകണം. കർത്താവ് നിർബന്ധമായും ഉണ്ടാകണം എന്നുള്ളതാണ് അറബി ഭാഷയുടെ നിയമം. ഇനി അത് കർമ്മണി പ്രയോഗമാണെങ്കിൽ, കർത്താവ് അറിയപ്പെടാത്ത പ്രയോഗമാണെങ്കിൽ അവിടെ എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കും. അവിടെ നിയമമാണ്. എന്തായിരുന്നാലും സബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. സബ്ജക്റ്റ് വേണം. ഇനി പലപ്പോഴും അല്ലെങ്കിൽ ക്രിയകളിൽ ഒരു വിഭാഗത്തിന് ഒബ്ജക്റ്റും വേണം. ക്രിയകളിൽ ഒരു വിഭാഗത്തിന് ഒബ്ജക്റ്റ് വേണം. ഒബ്ജക്റ്റ് ഉള്ള ക്രിയകളും ഉണ്ട്, ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയകളും ഉണ്ട്. ചില ക്രിയകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകും, ചില ക്രിയകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടാകും. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും, ഇൻട്രാൻസിറ്റീവ് വെർബ്. വെർബ് ഒബ്ജക്റ്റ് ഉള്ള ക്രിയകൾക്ക് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും, ഒബ്ജക്റ്റ് ഇല്ലാത്ത ക്രിയകൾക്ക് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. ഇത് രണ്ടും മനസ്സിലായില്ലെങ്കിൽ അറബി നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാകും. അറബിയുടെ ഗ്രാമറിലൂടെ മനസ്സിലാകും. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, മലയാളം ഗ്രാമർ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ അറബി മനസ്സിലാകും. അന്നേരം നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും കൂടെ മനസ്സിലാവും. അന്നേരം എന്ത് ചെയ്യണം? രണ്ട് ഫീസും കൂടെ അടയ്ക്കണം. കാരണം അറബി പഠിക്കും, മലയാളം പഠിക്കും, ഇംഗ്ലീഷും പഠിക്കും. കർമ്മമുള്ള ക്രിയയും കർമ്മമില്ലാത്ത ക്രിയയും. ഓക്കെ, ഇതാണ് ഇതിലെ പ്രധാന ഘടകം. ഈ പാഠത്തിലെ പ്രധാനമായും മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഒരു സംഗതി, ഒബ്ജക്റ്റ് ചിലപ്പോൾ എന്താകും?
ഒബ്ജക്റ്റ് ചിലപ്പോൾ പ്രോനൗൺ ആകും, ചിലപ്പോൾ പ്രോനൗൺ ആകും, പ്രോനൗൺ ഒബ്ജക്റ്റ് ആകും. ഹുവ ഹും എന്ന് പറഞ്ഞപ്പോൾ അത് ഹുവ ഹും എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആകും. ഖലഖ ക എന്ന് പറഞ്ഞപ്പോൾ അത് ഒബ്ജക്റ്റിനാണ്, ഖലഖയുടെ കൂടെ ഒബ്ജക്റ്റിനാണ് ചേർത്തത്. എന്തായിരുന്നാലും ആ പാഠം സംഗതി മനസ്സിലാവും. നമ്മൾ ഇപ്പൊ പ്രധാനമായും പഠിക്കുന്നത് ക്രിയാവാക്യത്തിന്റെ ഘടകങ്ങൾ. ഇപ്പൊ ക്രിയയുണ്ടാകും, അതില് ക്രിയ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്ജക്റ്റ് ഉണ്ടാകണം, അഥവാ കർത്താവ് ഉണ്ടായിരിക്കണം. കർത്താവിന് അറബിയിൽ പറയുന്ന പേരാണ് ഫാഇൽ. ഫാഇൽ കേട്ടോ. കർമ്മത്തിന് അറബിയിൽ പറയുന്ന പേരാണ് മഫ്ഊലുൻ ബിഹി. മഫ്ഊല് ബിഹി കേട്ടോ. ബിഹി ചേർത്താണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പാഠത്തിലേക്ക് പോവാം. അൽ മുദരിസ് മൻ ഫതഹൽ ബാബ, മൻ ഫതഹ ബാബൽ ഫസിലി, മൻ ഫതഹ ബാബൽ ഫസിൽ. അപ്പൊ മൻ ആരാണ്? ഫതഹ തുറന്നത്. തുറന്നത് എന്തിനെ തുറന്നത്? ബാബൽ ഫസിലി, ക്ലാസിന്റെ ഡോറിനെ, ക്ലാസിന്റെ ഡോറിനെ തുറന്നു. ഇപ്പൊ ഈ കർമ്മം എന്താണ് എന്ന് അറിയണമെങ്കിൽ ഒരു പോംവഴിയുണ്ട്. മലയാളത്തിൽ അറബിയിൽ ഒരു സെന്റൻസ് കിട്ടിയാല് അതിനോട് ചോദിക്കണം ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കും. ഒന്നാമത്തെ ചോദ്യം മൻ ഫതഹൽ ബാബ എന്ന് കിട്ടിയാൽ ആദ്യം അതിനോട് ചോദിക്കണം മൻ ഫതഹൽ ബാബ എന്ന് പറഞ്ഞാൽ ആര് തുറന്നു. ഫതഹ എന്ന വാക്ക് കിട്ടി, അപ്പോൾ പ്രവർത്തിച്ചത് ആര് എന്ന് അതിനോട് ചോദിക്കണം. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ മൻ ആണ്, ആരാണ് എന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഫതഹയുടെ അകത്ത് ഹുവയുണ്ട്, ആ ഹുവയാണ് യഥാർത്ഥത്തിൽ അതിന്റെ കർത്താവ്. മൻ ഫതഹ എന്നാണ്. അതൊന്ന്. രണ്ട്, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കണം. മൻ ഫതഹ ആര് തുറന്നു എന്നാണ് ചോദ്യം. അപ്പം അവിടെ കർത്താവിന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണൂല, പക്ഷെ ക്രിയയുടെ അകത്ത് ഹുവയുണ്ട്, അത് വേറെ കാര്യം. ആരാണെന്നുള്ള ചോദ്യം, അപ്പൊ നമുക്ക് ആരാണെന്ന് കാണാൻ പറ്റില്ല. രണ്ട്, മൻ ഫതഹ ആര് തുറന്നു എന്നാണ് ചോദ്യം. അപ്പൊ നമ്മള് ഫതഹ എന്ന ക്രിയ കിട്ടി, തുറന്നു. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് അതിനോട് ചോദിക്കണം. ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ എന്തിനെ തുറന്നു? വാതില് തുറന്നു. മലയാളത്തിൽ വാതിൽ തുറന്നു എന്നാ പറയുന്നത്, അറബിയിൽ വാതിലിനെ തുറന്നു എന്നാണ് വാക്യഘടന. നമ്മൾ വാതിൽ തുറന്നു എന്ന് പറഞ്ഞത് തുറന്നു എന്നതിനെ അത് വേറെ എന്താ സംഭവം, അതുപോട്ടെ, മലയാളം പഠിച്ചിട്ടില്ല. അപ്പൊ എന്തായി? ആരെ അല്ലെങ്കിൽ എന്തിനാന്ന് ചോദ്യത്തിന്റെ ഉത്തരമാണ് മഫ്ഊലുൻ ബിഹി അഥവാ കർമ്മം. അപ്പൊ മൻ ഫതഹ ബാബൽ ഫസിലി, ക്ലാസിന്റെ കേട്ടോ, ബാബൽ ഫതഹ. ഇനി മഫ്ഊലുൻ ബിഹിയുടെ അലാമത്ത് എന്താണ്? അതിന്റെ അടയാളം എന്താണ്? നെസ്ബ് എന്നാണ് പറയുന്നത്. അതിന്റെ പേര് നെസ്ബ് എന്നാണ്. അടയാളപ്പെടുത്തുന്നത് ഇവിടെ ഫതഹത്ത് കൊണ്ടാണ് അടയാളപ്പെടുത്തുന്നത്. ഫതഹത്ത് കൊണ്ടാണ് മൻ ഫതഹൽ ബാബ, മൻ ഫതഹ ബാബൽ ഫസിലി, ക്ലാസിന്റെ റൂം ക്ലാസിന്റെ ഡോറ് ആര് തുറന്നു? നേരത്തെ നമ്മൾ കർത്താവിന്റെ അടയാളം പഠിച്ചായിരുന്നു. കർത്താവിന്റെ അടയാളം എന്താണ്? റഫ് ആണ്. റഫിനെ ലമ്മത്ത് കൊണ്ട് അടയാളപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിച്ചത്. ഹാമിദ്. അപ്പൊ ഹാമിദ് പറഞ്ഞു അന ഫതഹ്തു ഹു, അന ഫതഹ്തു ഹു. അപ്പൊ അനയാണ് ഇവിടെ കർത്താവ്, സബ്ജക്റ്റ്. അന ഞാൻ, ഫതഹ്തു ഞാൻ തുറന്നു, ഹു അതിനെ. അപ്പൊ ഫതഹ്തു എന്ന് പറയുമ്പോഴും അതിനോട് ചോദിക്കണം ആരെ എന്തിനെ? അപ്പൊ അതിനെ. അപ്പൊ ഹു എന്താണ്? മഫ്ഊലുൻ ബിഹി ആണ്. അപ്പൊ അതിന് അത് നെസ്ബ് എവിടെ? അതിൽ നെസ്ബില്ല. കാരണം സർവനാമങ്ങൾ മുഴുവൻ അന്ത്യം ഉറച്ചതാണ്. അതുകൊണ്ട് അതിന്റെ അടയാളത്തിൽ കാണാൻ പറ്റില്ല. ഇനി നമ്മൾ പാഠം കൊണ്ട് വായിച്ചു നോക്കുമ്പോൾ വേറെ ചില കാര്യങ്ങൾ പറയും. അതിന്റെ
വിശദാംശങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അതുപോലെ മനസ്സിലാവും. ഈ ഫത്തഹത്തു എന്ന് പറഞ്ഞാലും അനയുടെ എഫക്റ്റ് വരൂലേ? വരികയില്ല. അനയുടെ എഫക്റ്റ് അല്ല വേണ്ടത്, ഹുവയല്ല നിങ്ങൾ കളഞ്ഞത്. അപ്പൊ ഹുവയുടെ എഫക്റ്റ് എവിടെ പോകും? ഹുവയുടെ എഫക്റ്റ് ഹൂയിലേക്ക് വരുന്നു. അത് നിങ്ങൾ പറഞ്ഞ അന ഫത്തഹത്തു എന്ന് പറഞ്ഞാൽ പോലെ എന്ന് ചോദിച്ചു. ഫത്തഹത്തു ഹൂ അവിടെ ഉണ്ട്. ഈ അന കളഞ്ഞാൽ ഫത്തഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു എന്നല്ലേ? ഫത്തഹത്തു എന്ന് പറഞ്ഞാല് ആശയം പൂർണ്ണമായി. പക്ഷെ ചോദ്യകർത്താവ് എന്താ ചോദിച്ചിരിക്കുന്നത്? മൻ ഫതഹ ബാബൽ ഫസൽ, ആരാ ക്ലാസ് റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തത്? അന. അപ്പൊ എന്ത് പറയണം? ഞാനാണ് തുറന്നതെന്ന് പറയണം, അല്ലേ? അപ്പൊ ആനയ്ക്ക് ഒരു ഊന്നലുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു ഊന്നലുണ്ട്, അതുകൊണ്ടാണ് ആന അവിടെ എടുത്തു പറഞ്ഞത് ആന ഫതഹ്തുഹു. ഓക്കെ, അൽ-മുദരിസ് ഒമൻ ഫതഹ അൻ-നവാഫില, ഒമൻ ഫതഹ അൻ-നവാഫില. വീണ്ടും ഫതഹ എന്ന ക്രിയ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫതഹ തുറന്നു, ഒമൻ ഫതഹ. അപ്പൊ ആരെ അല്ലെങ്കിൽ എന്തിനെ? നവാഫിൽ. നവാഫിൽ എന്താണ്? ജനലുകൾ, വിൻഡോസ്. വിൻഡോസ്. നാഫിദത്തിന്റെ ബഹുവചനമാണ് നവാഫിൽ. അപ്പം അതിനെന്ത് ചെയ്തു? മഫ്ഊലുൻ ബിഹിക്ക് ഫതഹത്ത് അടയാളം കൊടുത്തു. മൻ ഫതഹ നവാഫിദ, ജനലുകൾ തുറന്നതാരാ? അലി. ആന ഫതഹത്തു ഹാ. നേരത്തെ ഫതഹത്തു ഹു എന്ന് പറഞ്ഞു, കാരണം ബാബ് പുല്ലിംഗമാണ്. അപ്പം നവാഫിദ് എന്താണ്? രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് സ്ത്രീലിംഗമാണ്. ഒന്ന്, ബഹുവചനമായാല് അത് സ്ത്രീലിംഗമായിരിക്കും. രണ്ട്, നാഫിദത്ത് എന്ന് പറഞ്ഞത് തന്നെ ഏകവചനം തന്നെ സ്ത്രീലിംഗമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്ത്രീലിംഗമാണെങ്കിൽ ബഹുവചനത്തെ സ്ത്രീലിംഗമായി പരിഗണിച്ചാൽ പിന്നീട് അതിന്റെ ബഹുവചനം ഉപയോഗിക്കേണ്ടതില്ല. ഫതഹത്തു ഹുന്ന എന്ന് പറയണ്ട, ഫതഹത്തു ഹ എന്ന് പറഞ്ഞാൽ മതി. കാരണം നവാഫിദ് ബഹുവചനമാണ്. പിന്നെ നവാഫിദിനെ ഹുന്ന എന്ന് ഉപയോഗിക്കേണ്ട, മറിച്ച് എന്താ സ്ത്രീലിംഗ ഏകവചനം കൊണ്ടാണ് സർവനാമം ഉപയോഗിക്കുക. സ്ത്രീലിംഗ ഏകവചന സർവനാമമാണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഒരു സംശയം. മൻ ഫതഹ അബ്വാബൽ ഫസ്ലി എന്ന് പറഞ്ഞാല് അന ഫതഹ്തു എന്ന് പറഞ്ഞാൽ ഫതഹ്തുഹ എന്ന് വരും അല്ലേ? അന ഫതഹ്തു എന്ന് പറഞ്ഞാൽ കാരണം ബഹുവചനമായാലും സ്ത്രീലിംഗം. അപ്പൊ അന ഫതഹ്തുഹ അൽ-മുദരിസ്. മൻ കസറ ഹാദൽ മക്തബി, മൻ കസറ ഹാദൽ മക്തബി. മക്തബ് എന്താണ്? ഡെസ്ക്, മേശ. ഡെസ്ക് എന്നതാണ്. ഈ ഡെസ്ക് ആരാണ് പൊട്ടിച്ചത്? മൻ കസറ ഹാദൽ മക്തബ, ഹാദൽ മക്തബ. ഇവിടെ ഹാദ ഉപയോഗിച്ചു, ഹാദ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അൽ മക്തബ എന്നത്. അപ്പൊ മുമ്പ് നമ്മൾ പറഞ്ഞു ഹാദയ്ക്ക് ശേഷമുള്ള അൽ വന്നാൽ ഹാദ മാറ്റിയിട്ട് നോക്കണം, അപ്പൊ കൃത്യമായിട്ട് അടയാളം മനസ്സിലാവും. അപ്പൊ മൻ കസറൽ മക്തബ എന്നതാണ് അല്ലുള്ളതാണെങ്കിൽ ഹാദയ്ക്ക് ബദലായിട്ടാണ് അല്ലുള്ള നാമം വരുന്നത്. ഹാദയ്ക്ക് ശേഷം അല്ലുള്ളതാണെങ്കിൽ ഹാദയ്ക്ക് ബദലായിട്ടാണ് അല്ലുള്ള നാമം വരുന്നത്. ഹാദയ്ക്ക് ശേഷം അല്ലില്ലാത്തതാണെങ്കിൽ ഹാദ ഒരു പാർട്ട്, ആ നാമം വേറൊരു പാർട്ടായി. ഹാദ വലതുൻ എന്ന് പറഞ്ഞപ്പോ സെന്റൻസിലെ ഒരു പാർട്ടാണ് ഹാദ, രണ്ടാമത്തെ പാർട്ടാണ് വലത്. അതേസമയം ഹാദയ്ക്ക് ശേഷം അൽ വന്നാൽ ഹാദയുടെ പകരമാണ് ആ നാമം വന്നിരിക്കുന്നത്. അപ്പൊ ഹാദ മാറ്റിട്ട് നോക്കിയാൽ അടയാളത്തെ അറിയാൻ പറ്റും. അപ്പൊ മൻ കസറ ഹാദൽ മക്തബ, ഈ ഡെസ്കാര പൊട്ടിച്ചത്. അൻത കസർതഹു യാ ഹാഷിമു, അൻത കസർതഹു, നീയാണോ കസർതഹു. അപ്പം അതിന് മഫ്ഊൽ ബിഹി ഏതാണ്? കസർതഹുവിന് മഫ്ഊൽ ബിഹി ഏതാണ്? ഹുവയാണ്. അതിനോട് ചേർത്ത ഹുവയാണ്. അൻത കസർതഹു യാ ഹാഷിമു, നീയാണോ പഠിച്ചത് ഹാഷിമെ? ഹാഷിം ലാ നീ മാ കസർതുഹു, നീ മാ കസർതു, ഷുവർലി ഐ ഡിഡ് നോട്ട് ബ്രേക്ക് ഇറ്റ്, ഞാൻ അതിനെ പൊടിച്ചിട്ടില്ല.
رجع زكريا وحمزة وعثمان من مكة. رجع زكريا وحمزة وعثمان من مكة. സക്കരിയയും ഹംസയും ഉസ്മാനും മക്കയിൽ നിന്ന് മടങ്ങി വന്നോ? ലാ മാ റജഉ. ഇവിടെ മനസ്സിലാക്കേണ്ടത് സക്കരിയ, ഹംസത്തു, ഉസ്മാനു എന്ന മൂവരുമാണ് ഇതിന്റെ താഴില്, അല്ലേ? പക്ഷേ എന്തുകൊണ്ട് റജ എന്ന ഏകവചനം ഉപയോഗിച്ചു? ചോദ്യത്തില് ഏകവചന പാടുള്ളൂ. അങ്ങനെയല്ല, ചോദ്യത്തിൽ ഏകവചനം ഉപയോഗിച്ചത് എന്തുകൊണ്ട് ഏകവചനം ഉപയോഗിച്ചു എന്നുള്ളതാണ് ചോദ്യം. റജ സക്കരിയ ഹംസത്തു ഉസ്മാൻ മൂന്നുപേരും മടങ്ങി എന്നാണ് ചോദ്യം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രിയയും സബ്ജക്റ്റും തമ്മിൽ മാച്ചിങ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മാച്ചിങ് ഇല്ല. എന്തുകൊണ്ടാണ് ഇവിടെ മാച്ചിങ് ഇല്ലാത്തത്? ഇവിടെ ക്രിയ മുമ്പേ വന്നത് കൊണ്ടാണ്. ഇപ്പൊ ക്രിയ മുമ്പേ വന്നാൽ ഏകവചനം ഉപയോഗിച്ചാൽ മതി. ക്രിയ മുമ്പേ വന്നാൽ ഏകവചനം ഉപയോഗിച്ചാൽ മതി. അപ്പം റജ സക്കരിയ ഹംസത്തു ഉസ്മാനു എന്നാണ്. പിന്നീട് അവിടെ പറഞ്ഞു കഴിഞ്ഞു, ക്രിയ കർത്താക്കന്മാര് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് എന്ത് പറഞ്ഞു? ലാ മാ റജഉ. രണ്ടാമത് പറയുമ്പോ എന്താ? അവർ മടങ്ങി വന്നില്ല. അപ്പൊ മാ റജഉവിന്റെ കർത്താവ് ആരാണ്? സബ്ജക്റ്റ് സക്കരിയ, അതിനകത്തുള്ള ഹുമ്മാണ്. മാ റജഉ എന്ന് പറയുമ്പോ സെന്റൻസിലെ കർത്താവ് അതിനകത്തുള്ള ഹുമ്മാണ്. റജഉവിലുള്ള ഹുമ്മാണ് മാ റജഉ. അപ്പൊ ഹും എങ്ങനെ വന്നു? എന്തുകൊണ്ട് ഹും വന്നു? നേരത്തെ റജാന്ന് ഏകവചനം ഉപയോഗിച്ചു, ഇവിടെ ബഹുവചനം ഉപയോഗിച്ച് എന്തുകൊണ്ടാ? ഇവിടെ കർത്താവിനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ കർത്താവിനെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? ബാക്കി പറയുമ്പോൾ കർത്താവും ക്രിയയും തമ്മിൽ മാച്ചിങ് ഉണ്ടാകണം. കർത്താവിനെ പറയുന്നതിന് മുമ്പ് ക്രിയ വന്നാൽ ക്രിയയുടെ ഏകവചനം ഉപയോഗിച്ചാൽ മതി. അബ്ബാസ്, ഞാൻ ഉസ്താദ്. പിന്നെ ഈ മീൻ മക്കത്തി ഗൈർ മുൻസരിഫാണ് മക്കത്ത. എന്തുകൊണ്ടാണ് ഗൈർ മുൻസരിഫ്? നിങ്ങൾ നോട്ട്ബുക്ക് എഴുതി വെച്ചിട്ടുണ്ടോ ഗൈർ മുൻസരിഫായത്? ഉണ്ട്, ശരിയാ. ഉണ്ടോ? എന്തുകൊണ്ടാ മക്കത്ത് ഗൈർ മുൻസരിഫായത്? രാജ്യങ്ങളുടെ പേര് ഹാത്ത. അപ്പൊ റിയാദോ? റിയാദ്, ദമ്മാം, റിയാദ് ഗൈർ മുൻസരിഫ് അല്ല. മക്കത്ത് ഗൈർ മുൻസരിഫായത് ഫാത്തിമത്ത് ഗൈർ മുൻസരിഫായതുപോലെ സ്ത്രീലിംഗ പ്രോപ്പർ നൗൺ, ഫെമിനിൻ പ്രോപ്പർ നൗൺ എല്ലാം എന്താണ്? ഗൈർ മുൻസരിഫാണ്. ഹംസത്തും ഫാത്തിമത്തും ഗൈർ മുൻസരിഫായതുപോലെയാണ് മക്കത്തും ഗൈർ മുൻസരിഫായത്. ഹാമിദ് മാ റജഉ. അപ്പൊ അത് കഴിഞ്ഞു. അബ്ബാസ്, യാ ഉസ്താദു ഖറജത്തുല്ലാബുൽ ജുദുദു വദഹബൂ ഇലൽ മദീനൽ മുദീരി. നേരത്തെ പറഞ്ഞോളാം, ശ്രദ്ധിക്കാം. എന്തുകൊണ്ട് ഇവിടെ ഖറജത്തുല്ലാബു എന്ന് പറഞ്ഞെടുത്ത് ഖറജ എന്ന് ഏകവചനം ഉപയോഗിച്ചു? തുല്ലാബുമായിട്ട് എന്തുകൊണ്ട് മാച്ചിങ് ഇല്ല? വെർബ് മുൻകടന്നത് കൊണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പിന്നീട് പറഞ്ഞത് കൊണ്ട് വെർബ് ഏകവചനം പറഞ്ഞാൽ മതി. അപ്പൊ ഖറജത്തുല്ലാബു, ഖർജൂത്തുല്ലാബു എന്ന് പറയൂല, ഖറജത്തുല്ലാബു. ഖർജത്തുല്ലാബുൽ ജുദൂദ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞു? വദഹബൂ. രണ്ടാമത് ദഹബു എന്ന് പറയാൻ കാര്യം എന്താ? പല്ലാബ് നേരത്തെ കഴിഞ്ഞു പോയി. അതിന്റെ പായല് ഹുമ്മാണ്, അവരാണ്. അപ്പം തുല്ലാബിന് നേരത്തെ പറഞ്ഞത് കൊണ്ട് പിന്നീട് അതിന് ബഹുവചനം ഉപയോഗിക്കണം. വദഹബൂ ഇലൽ മുദീരി. അപ്പൊ ഖറജത്തുല്ലാബുൽ ജുദൂദ്. ജുദൂദ് ആരാണ്? ജദീദിന്റെ ബഹുവചനമാണ് ജുദൂദ്. ജദീദ് ജുദൂദ്. അപ്പോൾ നമ്മള് ക്രിയകൾ എഴുതി വെക്കാൻ പറഞ്ഞു, ഗൈർ മുൻസരിഫ് എഴുതി വെക്കാൻ പറഞ്ഞു, അതേപോലെ ബ്രോക്കൺ പ്ലൂറൽസ് എഴുതി വെക്കണം. ഇതൊക്കെ നിങ്ങളെ ലൈഫ് ലോങ് എവർ ലാസ്റ്റിംഗ് നോട്ട്ബുക്കിൽ എഴുതിയുണ്ട്. ദഹബൂ ഇലൽ മുദീരി അൽ മുദരിസ്. അപ്പോ ഉസ്താദ് ഖറജത്തുല്ലാബ്, കുട്ടികളെല്ലാം പോയി, പുതിയ കുട്ടികളെല്ലാം പോയി. അവര് എന്ത് ചെയ്തു?
പുതിയ കുട്ടികൾ പുറത്തു പോയി. അവർ പ്രിൻസിപ്പലിന്റെ അടുക്കിലേക്ക് പോയി. മെഹബൂ ഇല്ല മുദീരി. പുതിയ കുട്ടികൾ പുറപ്പെട്ടു. അവർ ഹെഡ് മാസ്റ്ററിന്റെ അടുക്കിലേക്ക് പോയി. സ്കൂളാണെങ്കിൽ ഹെഡ് മാസ്റ്റർ. അദർസ് അൽ മുദരിസ് അഫഹിംത ദർസ് യാ തൽഹതു അഫഹിംത ദർസ. അപ്പം ഫഹിംത എന്ന് പറഞ്ഞത് ഒരു വെർബാണ്. അതിന്റെ സബ്ജക്റ്റ് ആരാണ്? ഫഹിംതയുടെ അകത്തുള്ള അന്ത്യ. ഫഹിംതയുടെ അകത്തുള്ള അന്ത്യ. അദ്ദർസ് എന്താണ്? മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹിയാണ്. അതിന്റെ അടയാളം നസ്ബ്. ഫതഹത്ത്. അടയാളം ചോദിച്ചാൽ ഫതഹത്താണെന്ന് കേട്ടോ. നെസ്ബാണ് അതിന്റെ അടയാളം. പക്ഷെ നെസ്ബ് എന്തുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത്? ഫതഹത്ത് കൊണ്ടാണ് അടയാളപ്പെടുത്തിയത്. ഞാൻ ഫഹിംതുഹു ജയ്യിദൻ. ഞാൻ ഫഹിംതുഹു, ഞാൻ ഫഹിംതു, ഞാൻ മനസ്സിലാക്കി. എന്തിനെ മനസ്സിലാക്കി? ആരെ മനസ്സിലാക്കി? ഹു. അപ്പൊ ഫായിൽ ആരാണ്? മഫ്ഊലുൻ ബിഹി ആരാണ്? ഫായിൽ തൽഹത്ത്. ഫായിൽ ഫഹിംതു എന്ന് പറഞ്ഞപ്പോൾ ഫായിൽ അതിനകത്തുള്ള അനയാണ് ഫായിൽ. അവിടെ ഈ സെന്റൻസ് പറയുമ്പോൾ സെന്റൻസിൽ നമ്മൾ ആശയമല്ല വേണ്ടത്, സെന്റൻസിൽ കർത്താവ് വേണം. ഫഹിംതു എന്ന് പറയുമ്പോൾ അനയാണ്, അതിനകത്തുള്ള അനയാണ് കർത്താവ്. അതിന്റെ മഫ്ഊലുൻ ബിഹി ഏതാണ്? അതിന് കൂടെ ചേർന്ന് വന്നിട്ടുള്ള ഹുവയാണ്. ജയ്യിദൻ എന്താണ്? നല്ലതുപോലെ. ജയ്യിദൻ നല്ലതുപോലെ. അൽ മുദരിസ് അൽ മുദരിസ് أكتبت الأجوبة يا فيصل؟ أكتبت الأجوبة يا فيصل? ഫൈസലിന്റെ എന്താ ചോദിച്ചത്? അകതബത, നീ എഴുതിയോ? എന്തിനെ എഴുതിയോന്ന്? അൽ അജ്വിബത്ത്. അജ്വിബത്തിന്റെ അർത്ഥം എന്താ? ജവാബിന്റെ ബഹുവചനമാണ് അജ്വിബത്തു. ജവാബുൻ അജ്വിബത്തുൻ. കത്തബത്തൽ അജ്വിബത്ത്, നീ ആൻസേഴ്സ് എഴുതിയോ? യാ ഫൈസൽ. അപ്പം കത്തബ എന്താണ്? കത്തബ ഫെയിലാണ്, അതിലെ അന്തയാണ് കർത്താവ്. അൽ അജ്വിബത്ത് മഫ്ഊലുൻ ബിഹിയാണ്, അതിന്റെ അടയാളം ഫതഹത്താണ്. യാ ഫൈസൽ. ഫൈസൽ ലാ മാ കത്തബത്തു ഹാ. അജ്വിബത്ത് ബഹുവചനമായതുകൊണ്ട് മാ കത്തബത്തു ഹാ, ഞാൻ അതിനെ എഴുതിയില്ല. ഫെയിലും ഫായിലും മഫ്ഊലുൻ ബിഹിയും കൂടി ചേർന്നിട്ടാണ് കത്തബത്തു ഹായ് ഉള്ളത്. കത്തബത്തുവിലെ അനയാണ് എന്റെ കർത്താവ്, ഹായാണ് മഫ്ഊലുൻ ബിഹി. ലാ മാ കത്തബത്തു ഹാ. അൽ മുദരിസ് ലിമാദാ? ലിമാദാ? വൈ? വൈ? ലിമാദാ സ്പോക്കണിൽ എന്ത് പറയും? ലേഷ്. 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 ലേഷ് ലി അയ്യി ഷൈഇൻ എന്നാണ്. എന്ത് കാര്യം കൊണ്ട്? ഷെയ് എന്ന് പറഞ്ഞ കാര്യം. ലി അയ്യി ഷൈഇൻ, എന്ത് കാര്യം കൊണ്ടാണ് എഴുതാഞ്ഞത്? അതാണ് ലേഷ്. ഇത് അറബിനോട് ചോദിച്ചാലും പറഞ്ഞു തരില്ല എന്താണ്. അവർക്കറിയില്ല ഇത് എങ്ങനെ വന്നു, ഓരോ വാക്ക് എങ്ങനെ വന്നു. ഫൈസൽ ലി അന്നനി മാ ഫഹിംതുൽ അസ്ഇലത. ലി അന്നനി എന്താർത്ഥം? നിശ്ചയമായും എനിക്ക്. കാരണം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ. മാ ഫഹിംതുൽ അസ്ഇലത. മാ ഫഹിംതു. മാ ഫഹിംതുലെ കർത്താവ് ആരാണ്? കറിയ ഏതാണ്? അന. മാ ഫഹിംതുലെ, ഫഹിംതുലെ അനയാണ് കർത്താവ്. പിന്നെ അതിന്റെ മഫ്ഊലുൻ ബിഹി ഏതാണ്? അസ്ഇലത്ത്. അസ്ഇലത്ത്. അസ്ഇലത്ത് മഫ്ഊലുൻ ബിഹിയാണ്, അതിന് ഫതഹത്ത് അടയാളമായിട്ടുണ്ട്. ഞാൻ, കാരണം ഞാൻ എനിക്ക് ചോദ്യം മനസ്സിലായില്ല. ചോദ്യങ്ങൾ അസ്ഇലത്ത്, സുആലിന്റെ ഉത്തര ബഹുവചനമാണ് അസ്ഇലത്ത്. സുആലുൻ അസ്ഇലത്ത്. അൽ മുദരിസ് ഹഫിൽത സൂറത്തുൽ ഫജ്ർ യാ ഇബ്രാഹിം. ഹഫിൽത, നീ മനസ്സിലാക്കിയോ? നീ മനപ്പാടമാക്കിയോ? ഹഫിൽത സൂറത്തുൽ ഫജ്ർ.
അപ്പൊ ഹഫിൽത്തയില് ഉണ്ട്. അൻത കർത്താവാണ്. സൂറത്ത് എന്താണ്? മഫ്ഊലുൻ ബിഹി. മഫ്ഊലുൻ ബിഹി. ഹഫിൽത്ത സൂറത്തുൽ ഫജ്രി യാ ഇബ്രാഹിമേ നീ സൂറത്തുൽ ഫജ്ർ മനഃപ്പാഠമാക്കിയോ? ഇബ്രാഹിം നഅം ഹഫിൽതുഹ, അതെ ഞാൻ അതിനെ മനഃപ്പാഠമാക്കി. നഅം ഹഫിൽതുഹ. അപ്പൊ ഹഫിൽതു അതിന് അന കർത്താവാണ്, ഹ മഫ്ഊലുൻ ബിഹിയാണ്. മഫ്ഊലുൻ ബിഹി. വഹഫിൽതു ഞാൻ മനഃപ്പാഠമാക്കി. സൂറത്ത് തീൻ പഠിച്ചു. ഐലൻ വീണ്ടും ഐലൻ. അതും കൂടി. ഓൾസോ. എന്നാണ് മലയാളത്തിൽ പറയാ, പക്ഷെ വാ എന്നുള്ള ഉമ്മല്ല, മറിച്ച് ഓൾസോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഉമ്മാണ്. ഓക്കെ. ഫഹിംതും ഹാദ ദർസ? نعم فهمنا. ഫഹിംന ശോയ് വല്ല ജയ്യിദൻ? جيدا. هل فهمتم هذا الدرس جيدا يا إخوان والأخوات؟ നഅം. ആരും അനങ്ങുന്നില്ല, ചോദ്യം കേട്ടില്ല. അന്നനി മാ ഫഹിംതു സുആൽ എന്നാണോ? ഇവിടെ പോയി എല്ലാരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയോ? നാലകത്തു പേടിച്ചു പോയോ ഫയർ ചെയ്തപ്പോഴേ? നാലകത്തിനോട് ചോദിച്ചപ്പോ വേറൊരാൾ ഉത്തരം പറയുന്നത്. നാലകത്ത് പോയോ? ഇല്ല പോയിട്ടില്ല. هل فهمت الدرس؟ ما سمعتي؟ هل فهمت الدرس؟ يا إحسان، يا إحسان، أين إحسان؟ يس. أفهمت الدرس؟ فهمت الدرس. نعم فهمت الدرس. نعم فهمته. فهمته. فهمت الدرس എന്ന് ചോദിച്ചാൽ نعم فهمته. طيب من فهمته. റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ എവിടെ? കാണുന്നില്ലല്ലോ റാങ്ക് ഹോൾഡേഴ്സിനെയൊക്കെ. ആർക്കൊക്കെ റാങ്ക് കിട്ടി? എന്താ ആൻസർ പേപ്പർ തരാത്ത ഉസ്താദേ? നമുക്ക് എവിടെ തെറ്റ് പറ്റിയെന്ന് അറിയാം. ആൻസർ പേപ്പർ എല്ലാം വിതിൻ 1 വീക്ക് പോസ്റ്റ് ചെയ്യും ഇൻഷാല്ലാ. ഇത് നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റും പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എക്സാമിനേഷൻ നിങ്ങളുടെ ടീച്ചർ, നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ട് തരുന്ന ടീച്ചറില്ലേ, ആ ടീച്ചറാണ് പേപ്പറെല്ലാം നോക്കുന്നത്. ആ ടീച്ചർ ഒപ്പിടുക. അടുത്ത പ്രാവശ്യം തിങ്കളാഴ്ച എല്ലാം പോസ്റ്റ് ചെയ്യും. എന്റെ ആൻസർ ഷീറ്റ് എളുപ്പഴിച്ചോട്ടെ. അടുത്ത ആഴ്ച ഇൻഷാല്ലാ ജിദ്ദയിലേക്ക് പോണ്. എവിടെ പോണ്? സൗദി. അല്ല എവിടെ പോണ് നിങ്ങള്? ഒന്നുകിൽ ജുദ്ദ അല്ലെങ്കിൽ ജദ്ദ, കേട്ടോ. എന്തായാലും ജിദ്ദ എന്ന് സംഭവമില്ല. നിങ്ങൾ അവിടെ പോയിട്ട് ഒരു 10 പേരെടുത്ത് പറയാ അനാൽ ഹീൻ ഫി ജുദ്ദ. അപ്പൊ ചോദിക്കും ജുദ്ദ ഏഷാണ് ജുദ്ദ. അപ്പൊ ചോദിക്കും നിങ്ങൾ അറബിയോട് ചോദിച്ചു നോക്കി, ജുദ്ദയാണോ പറയേണ്ടത് ജിദ്ദയാണോ പറയേണ്ടത്? ജിദ്ദ എങ്ങനെ ഒന്നും ചോദിക്കും. അപ്പൊ ഒന്നുകിൽ ഫത്തഹ അല്ലെങ്കിൽ ലമ്മ്, കസർ എന്തായാലും ഇല്ല. തയ്യൽ. അല്ലാ നിങ്ങളെ യാത്ര എളുപ്പമാക്കി തരട്ടെ. പെട്ടെന്ന് മടങ്ങി വരും. അല്ല അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. ഇങ്ങനെ 3 മാസം. സിയാറ 3 അശ്ഹുർ. എണ്ണം പറയാൻ പഠിച്ചില്ലേ നമ്മള്? എണ്ണം പറയാൻ പഠിച്ചപ്പോ സലാസത്ത അശ്ഹുരിൻ. ഓക്കെ. ഈ പാഠത്തിൽ എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞ പാഠത്തില് വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്
ഇത് മനസ്സിലാകാത്ത ആരുണ്ട്? ഇപ്പൊ പറയണം മനസ്സിലായില്ലെങ്കിൽ. ഫഹിമ ഫഹിമ ഗ്രഹിച്ചു. ഫഹിമ വേറെ ഏതോ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. ഫഹിമ ആ മനസ്സിലാക്കി. മനസ്സിലായി. മനസ്സിലാക്കി ഗ്രഹിച്ചു. പഠിച്ച ക്രിയകളൊക്കെ എഴുതിയിട്ട് കോപ്പി എടുത്ത് നിങ്ങൾ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇടുക കേട്ടോ. പ്ലൂറലായിട്ട് പറയണം. ഞങ്ങൾക്ക് മനസ്സിലായി, അത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയുകയാണെങ്കിൽ അതിനെ ദർശനം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഹൂ ഉപയോഗിച്ചത്. അതെ, 6 രൂപങ്ങൾ എഴുതിയാൽ മതി. 6 രൂപങ്ങൾ എഴുതണോ? അല്ല, അമ്ര ഫായില് മഫൂല് മസ്ദർ. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി എന്ത് പറഞ്ഞെന്ന് ഇനി ചോദിക്കരുത്. 6 രൂപകളൊന്നും ചോദിച്ചില്ല ഞാൻ. അത് അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പഠിച്ച ക്രിയകൾ എഴുതാൻ പറഞ്ഞോളൂ. പഠിച്ച ക്രിയ എന്താണോ നിങ്ങളെ റെഫറൻസ് പഠിച്ചിട്ട് എഴുതാനല്ല പറഞ്ഞത്. നിങ്ങൾ പഠിച്ചത് എന്താണെന്ന് അറിയണ്ടേ? അത് നോട്ട് ചെയ്ത് വെക്കാനാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ പറഞ്ഞു ലൈഫ് ലോങ് ഉപയോഗിക്കേണ്ട, ലൈഫ് ലോങ് കാത്തുസൂക്ഷിച്ച് വെക്കേണ്ടതാണെന്ന് പറഞ്ഞു. ആ ലൈഫ് ലോങ് കാത്തുസൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾ 20,000 രൂപങ്ങൾ എഴുതുന്നതല്ല. ഒന്ന് ഇപ്പം നമ്മൾ എടുത്തു നോക്കണം. ഫഹിമ ഞാൻ പഠിച്ചോ ഇല്ലേ? സ്പോക്കൺ അറബിക്കിലെ ഏറ്റവും പ്രയാസമുള്ള ഒരു ഏരിയ ആണ് ഇത്. ഈ ദമീർ വെച്ചുകൊണ്ട് പറയുമ്പോഴേ, ഇപ്പൊ ഏത് അറബിക്കില്? സ്പോക്കണിലെ മീൻസ് പ്രാക്ടിക്കലി സംസാരിക്കുമ്പോഴേ ആ ഈ ദമീർ വെച്ച് പറയുമ്പോ പ്രാക്ടിക്കലി സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളം കുടിക്കണമെങ്കിൽ അന്നേരം ഗ്രാമർ ചിന്തിക്കരുത്, എനിക്ക് വെള്ളം 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 എന്ന് മാത്രം പറഞ്ഞാൽ ആശയം തന്നെ മനസ്സിലാവുന്ന കൺഫ്യൂഷൻ വരും. അപ്പൊ എന്ത് ചോദിക്കരുത്. എന്ന് ചോദിച്ചാൽ ഞാൻ തീർന്നു. ദർസ് എന്നാണ് ചോദ്യം. എന്ത് പറയണം? മറുപടി പറയണം. അപ്പൊ അത് ഫുൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന് പറയാ, പ്രാക്ടിക്കൽ അല്ല, സ്പോക്കണും അല്ല കേട്ടോ. അത് ഫുൾ അറബിക് ആണ്. നമ്മള് അത് ഹൂവും തൂവും കൂടി ഒരുമിച്ചാണ് കേൾക്കുക. എന്താണ് അമിൽ ടു യഥാർത്ഥത്തിൽ അമിൽ ടു ഹൂ എന്നാണ് ചോദിക്കുക. നമ്മൾ കേൾക്കുക അമിൽ ടു. അതാണ് ഉദാഹരണം. കാരണം എന്താ? അവസാനത്തെ സുക്കൂൻ ചെയ്യണം. എല്ലാ വാക്കിന്റെ അവസാനം സുക്കൂൻ ചെയ്യണം. സ്പോക്കൺ അറബിക്ക് എല്ലാ വാക്കിന്റെ അവസാനം സുക്കൂൻ ചെയ്യണം. അപ്പൊ ഫൈൻതു ഹൂ എന്നുകൊണ്ട് ഹാന് സുക്കൂൻ ചെയ്യണ്ടേ? ഹാന് സുക്കൂൻ ചെയ്യണം. ഫൈൻതു അത്രേ ഉള്ളൂ. റളിയല്ലാഹു അൻഹു വറളൂ അൻഹു. മനസ്സിലായ റഷീദ് സാഹിബ്? അബ്ദുറഹ്മാൻ സാഹിബ് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും പ്രയാസമായിട്ട് കേൾക്കുമ്പോഴേ കൺഫ്യൂഷൻ ആയ ഏരിയ ആയിരുന്നത് എന്ന് പറയാ ഈ സ്പോക്ക്. ആളുകൾ കേൾക്കുമ്പോ കൺഫ്യൂഷന്റെ വിഷയമില്ല. കാരണം മഫൂൽ ബിഹി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നോ കൺഫ്യൂഷൻ അറ്റ് ഓൾ. ഡോണ്ട് തിങ്ക്, നെവർ തിങ്ക് നെഗറ്റീവ്ലി. നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. അവിടെ ഒരു പ്രശ്നമുണ്ട്, എനിക്കത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അറബിക്ക് അറിയുന്നതിനേക്കാളും നന്നായിട്ട് നമുക്ക് അറബി അറിയാം. ഞാൻ അറബി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കുത്തിയിരുന്ന ഒരു കാര്യം എഴുതി, ഒരു കത്തെഴുതി. 2-3 വർഷം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, 3 വർഷം കഴിഞ്ഞു. ഞാൻ ഒരു കത്ത് ഒരു പേജുള്ള ഒരു കത്തെഴുതി. കത്ത് എഴുതിയിട്ട് ഒരു ഫലസ്തീനിക്ക് ഞാൻ കൊടുത്തു. ഈ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ പറഞ്ഞു. അപ്പൊ അയാൾ വല്ലാഹി മുംതാസ് ജിദ്ദൻ 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 മാഫി ഖത്ത, ഒരു കുഴപ്പമില്ലാന്ന്.
നമ്മൾ ആലോചിച്ച് കുറെ വാക്കുകൾ കണ്ടെത്തിയിട്ട് അത് പേരും പാലും മക്കളും ഒക്കെ കറക്റ്റ് എഴുതിയിരിക്കുന്നത്. പിന്നെ 10 കസൊന്നും അവിടെ ഇടുന്നില്ലല്ലോ നമ്മള്. അതുകൊണ്ട് അങ്ങനെ വേറെ പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഫോർമലി അറബിക് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഫോർമലി അറബിക് പഠിക്കാത്ത നമ്മളെ അത്ര ചിലപ്പോൾ പഠിച്ചു കൊള്ളണമെന്നില്ല എല്ലാ അറബികളും. അവര് 8ാം ക്ലാസ് മുതൽ ഹുസൂസിയാണ്, തഹസ്സുസ് ആണ് അവർക്ക് സ്പെഷ്യലൈസേഷൻ ആണ്. നമ്മളിവിടെ +2 ചെയ്യുന്നത് അവർ 8ാം ക്ലാസ് ചെയ്യും. അപ്പൊ 8ാം ക്ലാസ് മുതൽ തിജാരി പഠിക്കുന്നവന് അത് അക്കൗണ്ടൻസി മാത്രം അക്കൗണ്ടിങ് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ റിയാദിയാത്ത് പഠിക്കുന്നവന് കണക്ക് മാത്രം പഠിച്ചാൽ മതി. അതേപോലെ പിന്നെ ഒഴിവ് പഠിക്കുന്നവന് സയൻസ് മാത്രം പഠിച്ചാൽ മതി. അങ്ങനെയാണ്. അപ്പൊ അത് ദീന എന്തോ സംഭവമുണ്ട്. അപ്പൊ അത് പഠിക്കുന്നവന് ദീൻ ശരീഅത്ത് മാത്രം പഠിച്ചാൽ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ, ഫിഖ് പഠിക്കുന്നവന് ഫിഖ് മാത്രം പഠിച്ചാൽ. അപ്പോ ലുഗത്ത് എടുക്കുന്നവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലുഗത്ത് പഠിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്ത് ഈ അമ്രം പിന്നെ അവിടെ എന്തുകൊണ്ട് കാല കീലൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ മനസ്സിലായിക്കൊള്ളും. ചിലപ്പോൾ, എല്ലാവർക്കും ഒന്നല്ല, ചിലർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും വിചാരിക്കണ്ട. പിന്നെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാര് അറബികളല്ലെങ്കിൽ പിന്നെ അവരുടെ നമ്മൾ ഈ വിഷയം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ബംഗാളി സംസാരിക്കുന്ന പോലെ സ്പീഡിൽ അങ്ങ് സംസാരിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ബംഗാളി സംസാരിക്കുന്ന നിങ്ങൾ കേട്ടു നോക്കണം. അയാൾ എവിടെ നിന്ന് അറബി പഠിച്ച്? അയാള് ഇവിടെ വന്നിട്ട് 6 മാസത്തിനകം നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ അറബി പഠിക്കും, സൗദി അറേബ്യയിലാണെങ്കിൽ. കാരണം അവിടെ അവർക്ക് പഠിച്ചേ പറ്റൂ. അവർ അറബികളുമായിട്ടാണ് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. അറബിയിൽ തന്നെ സംസാരിച്ച് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ 6 മാസത്തിനകം അവർ പഠിക്കും. ബംഗാളി അവിടെ ആർക്കും അറിയില്ലല്ലോ, ഹിന്ദി അവർക്ക് അറിയില്ല, അവർക്ക് ഹിന്ദി അറിയില്ല, അവരുടെ ഭാഷ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരവിടെ എത്തിപ്പെട്ടാൽ അറിവ് പഠിച്ചേ അടങ്ങും. അപ്പൊ അതുകൊണ്ട് അറിവ് പഠിക്കും. നമ്മളെന്ത് ചെയ്യണം? അതേപോലെ വിചാരിച്ച് പഠിച്ചാൽ പറഞ്ഞു നോക്കിയാൽ പറഞ്ഞു പോകും. എനിക്കത് മനസ്സിലാകൂല, അയാൾ കേട്ടാൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കാം. ഓക്കെ, വേറെ എന്താ ഡൗട്ട്? അവിടെ ഈ അറബി നോവലും കഥകളൊക്കെ ഈ കമ്മ്യൂണിക്കേറ്റീവ് ശൈലിയല്ലേ എഴുതണേ, സ്പോക്കണിലല്ല? നോവൽ വരുമ്പോ നമുക്കറിയാം, കഥയും നോവലും ഒക്കെ സ്പോക്കണിലേക്കാണ് ചായ്വ് ഉണ്ടാവുക. എല്ലാ നോവലും എന്ന് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇവിടുത്തെ നോവലൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മുഹമ്മദ് ബഷീറിന്റെ ഏത് ഭാഷയിലാണ് കഥ എഴുതുക? എന്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു, ഇമ്മണി വലിയ ആനയാ. അപ്പൊ ഇമ്മണിയൊക്കെ കിടന്നിട്ട് നമുക്ക് ഇമ്മിണി എന്ന് പറയാം. മലയാളം പഠിച്ചിട്ട് വന്നാൽ ആകെ ഇമ്മിണി എന്താന്ന് മനസ്സിലാകും. ബല്യ എന്നൊക്കെ എഴുതിയാല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അത് നോവൽ ഷോർട്ട് സ്റ്റോറിയൊക്കെ അങ്ങനെയാണ് വരുന്നതാണ് എന്റെ അറിവ്. ഞാൻ പിന്നെ ഒരുപാട് നോവലൊന്നും വായിക്കാത്തതുകൊണ്ട് അത് കൃത്യമായിട്ട് പറയില്ല. പക്ഷെ മലയാളത്തോട് ചിന്തിച്ച് നോക്കുമ്പോൾ മലയാളം അതൊക്കെ ലഹജയിലേക്കാണ് പോവുക, കൊളോക്കിയൽ ലാംഗ്വേജിലായിരിക്കും പോവുക അധികവും. വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി നന്നായി പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഓരോ ക്ലാസ്സിനും വേണ്ടി നമ്മൾ തയ്യാറായി വരിക, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതേപോലെ കൂടുതൽ നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സ്റ്റേണൽ മെമ്മറിയിൽ നമ്മുടെ സംഗതികൾ ഉണ്ടായിരിക്കുക. അതേപോലെ നമ്മൾ ഇതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തെല്ലാം കൊടുക്കുന്നുവോ ആ സംഗതികളൊക്കെ ഇഷ്ടപ്പെടുന്നതിന് കൊടുക്കുക. നമ്മളെ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നു, നമ്മുടെ വാപ്പാനെ ഇഷ്ടപ്പെടുന്നു, ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അവർക്ക് എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഭാഷയെ ഇഷ്ടപ്പെടുന്നു, ഭാഷയ്ക്ക് എന്തെല്ലാം കൊടുക്കാൻ പറ്റണം. അതേപോലെ അതുമായിട്ട് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായാൽ നമ്മൾ നിന്ന് അത് വിട്ടുപോകില്ല. അല്ലെങ്കിൽ നമ്മൾ നിന്ന് വിട്ടുപോയാൽ നമ്മൾ അറിയില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ വിട്ടുപോയാൽ നമ്മൾ ഉടനെ അയാളെ വിളിച്ച് നോക്കി ഇങ്ങനെ കണ്ട് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി, അസുഖം പറ്റി, എന്നൊക്കെ വേവലാതിപ്പെടും. പക്ഷെ അറബി നമ്മൾ പഠിച്ചിട്ട് പിന്നെ വിട്ടുപോയാൽ ചില ആൾക്കാർ പറയുന്നത് വിട്ടുപോകുന്നത് എന്തെന്ത് പഠിച്ചിട്ട് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാ? നമ്മള് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ സ്നേഹിക്കേണ്ട രീതി സ്നേഹിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ കൊണ്ടു നടക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ മുസ്ലിങ്ങൾ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ലോകത്ത്
പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ, അതേപോലെ നമ്മുടെ ദീനി സഹോദരന്മാർ, അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. മനസ്സിലായല്ലോ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് നാം നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക, അതാണ് അതിന്റെ യഥാർത്ഥ പരിഹാരം. അവസാനം നമ്മുടെ മേൽ കയറി വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമുക്ക് ബോധോദയം ഉണ്ടാവില്ല. സഹോദരന്മാരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അതേപോലെ മുസ്ലിം ഉമ്മത്തിന് പ്രതാപം കൊടുക്കട്ടെ. അത് ആത്മവീര്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹ് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. من اللقاء بإذن الله. السلام عليكم. وعليكم السلام.